സ്തോത്രം. കഴിഞ്ഞ ആഴ്ച കർത്താവ് നമ്മളെ കാത്തു അനുഗ്രഹിച്ചു, നമുക്കൊരു നല്ല ആഴ്ച നൽകി തന്നു. നമ്മളെ ഇന്ന് ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുവന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്ത്. നമ്മൾ കുറച്ച് പേരെ ഉള്ളുവെങ്കിലും ഇത്രയും പേർക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാൻ തന്ന കൃപയ്ക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം. ദൈവവചനത്തിൻ്റെ പ്രത്യേകത, ദൈവവചനം നമ്മോട് സംസാരിക്കും. ദൈവവചനത്തിന് ജീവനുണ്ട്. ദൈവവചനത്തിന് ജീവനുണ്ട്. എന്തുകൊണ്ടാണ് ദൈവവചനത്തിന് ജീവൻ? ദൈവവചനമെന്ന് പറയുന്നത് ക്രിസ്തുവാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പ്രകാരം കാണുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായി. സ്തോത്രം. ആ വചനം നമ്മുടെ ഇടയിൽ വന്ന് പാർത്തു, അവനാണ് ക്രിസ്തു. അതുകൊണ്ട് ദൈവവചനത്തിന്റെ പ്രത്യേകത, ദൈവവചനത്തിന് എന്തുണ്ട്? ദൈവവചനത്തിന് ജീവനുണ്ട്. അപ്പോൾ ജീവനുള്ളത് കൊണ്ട് പ്രത്യേകത, മരിച്ചു കിടക്കുന്ന അവസ്ഥകളെ ജീവിപ്പിക്കുവാൻ ദൈവവചനത്തിന് സാധിക്കും. സ്തോത്രം. ഹല്ലേലൂയ. 90 വയസ്സായ 89 വയസ്സായ സാറായുടെ ഉള്ളിലേക്ക് ദൈവവചനം കടന്നു വന്നപ്പോൾ അവളുടെ ഗർഭപാത്രം ഒന്ന് ചലിച്ചു. അബ്രഹാമിലേക്ക് കടന്നു വന്നപ്പോൾ അബ്രഹാം ഒന്ന് ചലിച്ചു. സ്തോത്രം. സെഖര്യാവിന്റെ അടുത്തേക്ക് ദൂതൻ കടന്നു വന്നു. അവിടെ കടന്നു വന്നപ്പോൾ സെഖര്യാവിനൊരു കുട്ടിയുണ്ടായി. എന്തുകൊണ്ടാണെന്നറിയാമോ? ദൈവവചനത്തിന്റെ പ്രത്യേകത, ദൈവവചനം ജീവനുള്ളത്. മറ്റൊരു സമയത്ത് പറയുന്നു, ദൈവവചനം തേനിനേക്കാൾ മധുരമാണ്. തേനിനേക്കാൾ മധുരം. ഈ തേനിനേക്കാൾ മധുരമാകണമെന്നുണ്ടെങ്കിൽ ഇത് തേനാണ് എന്നോർത്ത് രുചിക്കുന്നവർക്ക് തേനിനേക്കാളും മധുരം, അല്ലാത്തവർക്ക് കയ്പാ, അല്ലേ? പലർക്കും ഇന്നത്തെ കാലത്ത് ദൈവവചനം മധുരമല്ല, കയ്പാ. എന്തുകൊണ്ടാണെന്നറിയാമോ? അവരുടെ പാപങ്ങളെക്കുറിച്ചും കുറവുകളെക്കുറിച്ചും വീഴ്ചകളെക്കുറിച്ചും വിളിച്ചു പറയുമ്പോൾ അവർക്കത് മധുരമല്ല, കയ്പാ. എന്നാൽ ആ കയ്പ് മധുരമാകണമെന്നുണ്ടെങ്കിൽ യേശുവിൽ വിശ്വസിച്ച് ഉറയ്ക്കുമ്പോൾ ഏത് കയ്പിന്റെ അവസ്ഥയും അവൻ എന്ത് ചെയ്യും? മധുരമാക്കി മാറ്റും. ഹാഗാർ ഇസ്മായിലുമായിട്ട് ഓടിപ്പോകുമ്പോൾ കുട്ടിയുടെ കരച്ചിൽ കണ്ടിട്ട്, അവൻ മരിക്കുന്നത് കണ്ടിട്ട് നിൽക്കാൻ സാധിക്കാതെ കുട്ടി ഒരു വശത്ത് എറിഞ്ഞതിന് ശേഷം അവൾ അപ്പുറത്ത് പോയി, എനിക്ക് ആ കുട്ടിയുടെ മരണം കാണണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൂതൻ അവൾക്ക് പ്രത്യക്ഷനായി. എന്നിട്ട് ഹാഗാറിനോട് പറഞ്ഞു, ഹാഗാറേ, നീ എന്തിനായിരുന്നു കരയുന്നത്? നീ വീണ്ടും തിരിച്ച് പോ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അവിടെ അവക്ക് കാണുവാൻ തക്കവണ്ണം ഒരു ഉറവ, ഒരു കിണറ്, വെള്ളത്തെ തുറന്നു കൊടുത്തു. എന്തുകൊണ്ടാണെന്നറിയാമോ? ദൈവവചനത്തിന് ജീവനുണ്ട്. സ്തോത്രം. അതുകൊണ്ട് ആ ജീവൻ ദൈവവചനത്തിനുള്ളത് കൊണ്ടൊരു പ്രത്യേകത, നമ്മളിൽ ആ ഉള്ള ഏത് ഇരുളിന്റെ അവസ്ഥയെയും മരണത്തിന്റെ അവസ്ഥയെയും എടുത്തു കളയുവാൻ ഈ ദൈവവചനത്തിന് സാധിക്കുമെന്നുള്ളത്. ഏത് അവസ്ഥയെയും. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കാര്യം ഞാനിങ്ങനെ ചിന്തിച്ചു. ഇരുള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ? വെളിച്ചമില്ലാത്ത അവസ്ഥയാണ് ഇരുൾ. രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യം ഇല്ലാത്ത അവസ്ഥ, അല്ലേ? ആരോഗ്യമില്ലാത്ത അവസ്ഥ. അപ്പോൾ അങ്ങനെയെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ രോഗമെന്ന് പറയുമ്പോൾ ആ വ്യക്തിയിൽ യേശു കുറവ് വരുമ്പോൾ അവിടെ എന്തുണ്ടാകും? എന്തുകൊണ്ട് അങ്ങനെ പറയുന്നേ? യേശു പൂർണ്ണമായിട്ട് ഒരാളിൽ വസിക്കുകയാണെങ്കിൽ ഇരുളിന് സ്ഥാനമുണ്ടോ? സ്ഥാനമില്ല. ഇവിടെ നമ്മൾ ലൈറ്റ് ഇട്ടു. ഇവിടെ ലൈറ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഇവിടെ മുഴുവൻ എന്ത് ചെയ്തു? പ്രകാശിച്ചു. പക്ഷേ നമ്മളോട് ഒരു ബോക്സ് എടുത്ത് അടച്ചു വെച്ചാൽ ബോക്സിനകത്ത് എന്തുണ്ട്? ഇപ്പോഴും ഇരുട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇരുട്ടുള്ളത്? ബോക്സ് വെളിച്ചം കയറുവാനുള്ള അനുവാദം കൊടുത്തിട്ടില്ല. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയാണ്. യേശുവിന്റെ പ്രകാശം കയറുവാൻ അനുവാദം കൊടുക്കാതിരിക്കുന്നവിടത്ത് എന്തുണ്ടാകും? ഇരുളുണ്ടാകും. അതുകൊണ്ട് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ അവന്റെ പ്രകാശം നമ്മുടെ എല്ലാ മേഖലകളിലും കയറുവാൻ തക്കവണ്ണം നാം ഒന്ന് അനുവദിക്കണം. അപ്പോൾ സത്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമുക്ക് ബോധ്യമുണ്ടാകും. പാപം അവൻ നമുക്ക് വെളിപ്പെടുത്തി തരും. നമ്മുടെ കുറവുകളെ അവൻ നമുക്ക് കാണിച്ചു തരും.
കുറവുകളെ അവൻ കാണിച്ചു തരുമ്പോൾ കുറവുകളാണെന്ന് മനസ്സിലാക്കി ക്ഷമ ചോദിക്കുന്നവനാണ് വിടുതലുള്ളത്. ഇപ്പോൾ നിങ്ങളുടെ കുറവുകളെ ഞാനോ എന്റെ കുറവുകളെ നിങ്ങളോ ചൂണ്ടിക്കാണിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടുവോ? ഇല്ല. അത് സാധാരണക്കാർക്ക് ആർക്കും ഇഷ്ടപ്പെടാറില്ല. കാരണം നമ്മൾ കുറവുള്ളവരാണ് എങ്കിലും നമ്മുടെ കുറവുകളെ അംഗീകരിക്കുവാൻ നമ്മൾ തയ്യാറല്ല. അതുകൊണ്ടാണ് ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 19-ാം അധ്യായത്തിൽ നാം കർത്താവായ യേശുവിനെ കുറിച്ച് കാണുന്നു. അവൻ യെരിഹോവിൽ എത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായി സക്കായി എന്നൊരു പേരുള്ള ഒരു പുരുഷൻ യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ചു. ഇവിടെ ബൈബിളിൽ പറയുന്നത്, ഇവനെ കുറിച്ച് പറയുന്നത് എന്തുവാ? ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനും എന്ന്. ഇവനെ പാപി എന്ന് വചനം പറയും. എന്നാൽ താഴോട്ട് വരുമ്പോൾ ആളുകൾ പറയുന്നുണ്ട്, ഈ യേശുവിനെ കുറിച്ച് പറയും, ഇവൻ പാപിയായ ഒരുവന്റെ വീട്ടിൽ ആഹാരം കഴിക്കാൻ പോയി. കണ്ടോ ലോകം പറയുന്നത്? കണ്ടോ, ഇതാണ് ലോകവും കർത്താവും തമ്മിലുള്ള വ്യത്യാസം. ലോകം നമ്മളെ പാപി എന്ന് പറയുമ്പോൾ കർത്താവ് നമ്മളെ വിളിക്കുന്ന പാപി എന്നല്ല. കാര്യം കർത്താവ് നമ്മുടെ ഫ്യൂച്ചറിനെ, നമ്മുടെ ഭാവിയെ കണ്ടിട്ട്, അവൻ നമ്മളിലുള്ള നന്മകളെ കണ്ടിട്ട്, നമ്മുടെ മേലുള്ള പദ്ധതികളെ കണ്ടിട്ട് അവൻ സംസാരിക്കുന്നേ. എന്നാൽ ലോകം അതല്ല സംസാരിക്കുന്നത്. ലോകം സംസാരിക്കുന്നത് നിന്നെ കണ്ടിട്ട് നിന്റെ കുറവുകളാണ്. നമ്മളൊരു കണ്ണാടിക്കകത്ത് പോയി നോക്കുകയാണ് എങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ, പ്രത്യേകിച്ച് ആണുങ്ങളെക്കാളും കൂടുതൽ പെൺകുട്ടികൾ എന്ന് ഞാൻ പറയും, ഏറ്റവും കൂടുതൽ കാണുന്നത് കുറവുകളായിരിക്കും അല്ലേ? നിങ്ങൾ എത്ര പേര് കണ്ണാടി പോയി നോക്കിയതിനു ശേഷം, ഓ എന്നെ കണ്ട എന്നാ സൗന്ദര്യവാ, എന്നാ മിടുക്കന എന്നെ കണ്ട എന്ന് എത്ര പേര് പറയാറുണ്ട്? ഈ ഒരു പുരികം അങ്ങോട്ട് നിൽക്കുന്നു അല്ലേ, ഒരു നരച്ച മുടി ഇവിടെ ഉണ്ട്, 3-4 താടി ഇവിടെ നരയ്ക്കാൻ തുടങ്ങി, ഇത് ഷേവ് ചെയ്തിട്ട് മുഴുവൻ പോയി. നമ്മൾ കുറ്റവും കുറവും മാത്രമേ കാണത്തുള്ളൂ. എല്ലാം ഷർട്ടൊക്കെ ഇട്ട് കണ്ണാടി കൊണ്ടു, ഇവിടെ അയൺ ചെയ്തിട്ട് ഇവിടെ ഒരു ചുളിവുണ്ട്, ഇത് ശരിക്കും ഒത്തിട്ടില്ല, കുറവല്ലേ കാണുന്നേ. എന്തുകൊണ്ടാ? എന്തിനാ കണ്ണാടി തന്നത്? കുറവ് കാണാൻ വേണ്ടി മാത്രമാണോ? അല്ല. നിങ്ങൾ ദൈവത്തിന്റെ അതിമനോഹരമായ സൃഷ്ടിയാണ്. ദൈവം എത്ര മനോഹരമായിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചത് എന്ന് കാണുവാനുള്ളൊരു കാര്യമാണ് കണ്ണാടി. അതിനു പകരം നമ്മൾ കാണുന്നത് എങ്ങനെയാ? എന്നാൽ വേറൊരു കാര്യമുണ്ട്, കണ്ണാടിക്കകത്ത് കാണുമ്പോൾ നമ്മൾ കുറവുള്ളവരാണ് എന്ന് തോന്നുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നമ്മളെ തന്നെ ഒരുക്കാൻ തുടങ്ങും അല്ലേ? ഒരുക്കാൻ തുടങ്ങും. ചിലര് പുരികം എടുക്കുന്നു, ചിലര് ആദ്യം ഫൗണ്ടേഷൻ ഇടുന്നു, അതിന്റെ മേലിൽ പൗഡർ തേക്കുന്നു, അതിന്റെ മേലിൽ കളർ ഇടുന്നു. ഇതൊക്കെ ഇട്ട് ഇരുണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ പുറത്തിറങ്ങി വരുമ്പോൾ ചുമന്നിരിക്കുന്നു, ഭയങ്കര ചുമപ്പാണ്. അപ്പോ ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ ഇതെന്തിനാ കണ്ണാടി കൊടുത്തിരിക്കുന്നത്? ഈ കണ്ണാടിയിൽ കൂടി അവരവരുടെ കുറവുകളെ കണ്ടുപിടിച്ചിട്ട് അവർ എങ്ങനെ നല്ലതാക്കാമെന്ന് ശ്രമിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവവചനത്തെ കുറിച്ച് പറയുന്നത്, ദൈവവചനം, ഗോഡ്സ് വേർഡ് ഈസ് ഈക്വൽ ടു എ മിറർ. ദൈവവചനം കണ്ണാടി പോലെയാണ്. അങ്ങനെയെങ്കിൽ ദൈവവചനം നാം വായിക്കുമ്പോൾ അതിന് വായിക്കണം, അല്ലേ? വായിക്കണം. കണ്ണാടിക്കകത്ത് എല്ലാ ദിവസവും നോക്കും അല്ലേ? എനിക്ക് റൂമുണ്ട്, ആ റൂമിൽ കണ്ണാടി ഇല്ല. കണ്ണാടി വെക്കാതിരിക്കുന്നത് നല്ലത്. കാരണം ഞാൻ മുടി പോലും ചെയ്യാറില്ല. ഇപ്പൊ മുടി കുറവാകുണ്ടോ, കൂടുതൽ ചീകണ്ട, എങ്കിലും മുടി ചീകാറില്ല. ഞാൻ ഇറങ്ങി പോരത്തുള്ളൂ, ഇങ്ങനെ തൂപ്പ് തൂക്കും, ഇങ്ങനെ വെച്ച് പോന്നു, കഴിഞ്ഞു. പക്ഷേ ഞാൻ പറയുന്നത്, കണ്ണാടി ഉണ്ടെങ്കിലോ നമ്മളെന്നെ മുമ്പിൽ നിൽക്കും. ദൈവവചനം നമ്മൾ ആത്മാർത്ഥമായിട്ട് വായിക്കാൻ തുടങ്ങിയാൽ ദൈവവചനം ഒരു കണ്ണാടി പോലെ നമ്മളോട് സംസാരിക്കാൻ തുടങ്ങും. നമുക്ക് പറഞ്ഞു തരുവാൻ തുടങ്ങും എന്താണ്, എവിടെയാണ് നമുക്ക് കുറവുകൾ ഉള്ളത്, നമ്മുടെ ഏത് പുരികമാണ് എഴുന്നേറ്റ് നിൽക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കാര വർത്താനം എവിടെയാ എഴുന്നേറ്റ് നിൽക്കുന്നത്, നമ്മുടെ വാക്കുകൾ എവിടെ ക്രമീകരിക്കണം. നിങ്ങളുടെ വാക്കുകൾ ഉപ്പിനോട് കൂടിയതായിരിക്കണം, രുചി വരുത്തുന്നതായിരിക്കണം. ജീവനും മരണവും നാവിന്റെ അധികാരത്തിലിരിക്കുന്നു. സദൃശവാക്യം 18:21 അല്ലേ? വിതയ്ക്കുന്നത് നിങ്ങൾ കൊയ്യും. നമ്മൾ ഈ വിതയ്ക്കുന്നത് കൊയ്യും എന്ന് പറയുമ്പോൾ സാധാരണ എല്ലാവരും ഇങ്ങനെ പറയത്തില്ല. എങ്ങനെ പറയുന്നറിയോ? വിതച്ചാ കൊയ്യും കേട്ടോ എന്ന് പറയും. കൊടുത്ത പണി കിട്ടുമെന്നല്ലേ പറയുന്നേ, അല്ലേ?
എന്നാ നീ വിതച്ച കൊയ്യും. എടാ നിനക്ക് നന്മയുണ്ടാകുന്ന ആരെങ്കിലും ആ വാക്ക് ഉപയോഗിക്കാറുണ്ടോ? ആരും ഉപയോഗിക്കാറില്ല. എല്ലാരും തിരിച്ചേ പറയാറുള്ളൂ. ഇതെന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മൾ നമ്മളെക്കുറിച്ച് നോക്കുമ്പോൾ കുറവുകളൊന്നും കാണുന്നില്ല. പക്ഷെ ഞാൻ നിങ്ങളെക്കുറിച്ച് നോക്കിയാൽ മുഴുവൻ കുറവുകളാ. വന്നിരുന്ന് ഉറങ്ങുന്നു, ആരാധനയ്ക്ക് കുറവ് അല്ലേ? ശ്രദ്ധിക്കാതിരിക്കുക. ഇതുകൊണ്ട് നമ്മളോട് സംസാരിക്കുവാൻ ഏറ്റവും പറ്റിയ കാര്യം ദൈവവചനമാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നാം ദൈവവചനം വായിക്കണം. ഈ സക്കായിയെ കുറിച്ച് കാണുന്നത്, ഞാൻ 2-3 പേരുടെ പേരെടുക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന് സക്കായിയാണ്. സക്കായിയെ കുറിച്ച് കാണുന്നത്, സക്കായിയെ കുറിച്ച് ലോകം മുഴുവൻ പാപി എന്ന് പറയുമ്പോഴും സക്കായിയുടെ മനസ്സിൽ ആഗ്രഹമുണ്ടായിരുന്നു, യേശു എങ്ങനെ ഉള്ളവനാന്ന് എനിക്കൊന്ന് കാണണം. നോക്കണേ, ലോകം അവനെ കാണുന്നത് ചുങ്കക്കാരൻ, ധനവാൻ, പ്രമാണി, പാപി, ഒരിടത്തും കയറ്റാൻ കൊള്ളാത്തവൻ എന്നും അവനെ തള്ളി മാറ്റിയിരിക്കുമ്പോൾ അവന്റെ ഹൃദയത്തെ കാണുന്ന ഒരു കർത്താവ്, അവന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം, അവനിതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം എങ്ങോട്ടായിരുന്നു? കർത്താവേ, നീ എങ്ങനെയുള്ളവനാണ്, എനിക്കൊന്ന് കാണണം. കണ്ടോ? അതുകൊണ്ട് ഞാൻ പറയട്ടെ, ധനവാനായതുകൊണ്ട് അവന് കർത്താവിനോട് സ്നേഹമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ധനവാന്മാരും കർത്താവിനെ സ്നേഹിക്കുന്നുണ്ട്. ഈ ധനവാനായിരുന്നവൻ യേശു എങ്ങനെയുള്ളവനാണ് എന്ന് കാണുവാൻ എല്ലാവരും റോട്ടിൽ നിന്നപ്പോൾ, ഇവൻ ധനവാനായിട്ടും നാട്ടിൽ പ്രമാണിയായിട്ടും എല്ലാവരാലും അറിയപ്പെടുന്നവനായിട്ടും ആരും ചെയ്യാത്തൊരു പ്രവൃത്തി ഇവൻ ചെയ്യുക. ഇവൻ എന്താ ചെയ്തെന്ന് അറിയാവോ? ഒരു മരത്തിന്റെ മണ്ടേ കയറി. ഒന്ന് ഓർത്ത് നോക്കിക്കേ. അവന്റെ ഹൃദയത്തിന്റെ തീഷ്ണമായ ആഗ്രഹത്തെ നമ്മളൊന്ന് കണ്ടേ. നമ്മളെല്ലാവരും ഇവനെ നോക്കിയിട്ട് പറയും, മരത്തിന്റെ മണ്ട കയറി ഇരിക്കുന്നു എന്ന് പറയും. നോ, അവന്റെ മരത്തിന്റെ മണ്ടയിൽ അവനെ കേറ്റിച്ചതിന്റെ ലക്ഷ്യം മാങ്ങാ പറിക്കാനല്ല, അത്തി പറിക്കാനല്ല. അവനെ അതിന്റെ മേലിൽ കേട്ടിച്ചതിന്റെ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഞാൻ പൊക്കത്തിൽ കുറവുള്ളവനാ, എനിക്ക് വീഴ്ചകളുള്ളവനാ, എന്നെ കൊണ്ട് യേശുവിനെ നേരിട്ട് കാണാൻ സാധിക്കത്തില്ല. അതിന്റെ മണ്ടയിൽ ഇരുന്നിട്ടാണെങ്കിലും എനിക്ക് ആ യേശുവിനെ ഒന്ന് കാണുവാൻ സാധിച്ചെങ്കിൽ. സ്തോത്രം. അങ്ങനെ ആഗ്രഹമുള്ളവനെ മനസ്സിലാക്കുന്ന യേശു ഇന്നിവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ യഥാർത്ഥത്തിൽ ഇന്ന് ചർച്ചിലേക്ക് കടന്നു വന്നതിന്റെ ആഗ്രഹം ബെഞ്ച് ചൂടാക്കാനാണോ, അതോ യേശുവിനെ ആത്മാർത്ഥമായിട്ട് നമ്മൾ സ്നേഹിച്ചിട്ടാണോ? അവൻ നോക്കുന്നുണ്ട്. he is watching over us. അവൻ അവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സക്കായി എന്തുകൊണ്ട് സക്കായി ഇതിനെ മണ്ടേ കയറ്റി അല്ലേ? എന്തുകൊണ്ട് സക്കായി ഇതിനെ മണ്ടേ കയറ്റി? സക്കായിയെ മണ്ടേ കയറ്റിന്റെ കാരണം സക്കായി നാളുകളായിട്ട് യേശുവിനെ ഫോളോ ചെയ്യുന്നവരാണ്. നാളുകളായിട്ട് യേശുവിനെ കുറിച്ച് പഠിക്കുന്നവൻ. താഴോട്ട് വരുമ്പോ കാണുന്നുണ്ട്, കർത്താവേ, ഞാൻ ആരോടെങ്കിലും ചതിവായിട്ട് മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് 4 മടങ്ങ് ഞാന് തിരികെ കൊടുക്കും. കാരണം ഇവൻ യേശുവിന്റെ പഠിപ്പീര് എവിടുന്നോ കേൾക്കുവാൻ തുടങ്ങി, ഇവൻ യേശുവിനെ ഫോളോ ചെയ്യാൻ തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ദൈവവചനം ശ്രവിക്കുവാൻ തുടങ്ങിയപ്പോൾ ഇവന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായി. സഹോദരി, ഞാൻ പറയട്ടെ, ദൈവവചനം കേട്ടിട്ടും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഇല്ല എങ്കിൽ നാം ചിന്തിക്കണം, എവിടെയാണ് നമുക്ക് പരാജയം, എവിടെയാണ് നാം മാറേണ്ടത്, നാം ചിന്തിക്കണം. കാരണം ദൈവവചനത്തിന്റെ പ്രത്യേകത, ദൈവവചനം ജീവനുള്ളതാണ്. ദൈവവചനത്തിന് നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ നല്ല ഒരു മണ്ണ് അല്ല. ദൈവവചനത്തിന് നമ്മളിൽ വീണിട്ട് മുളയ്ക്കുവാൻ സാധിക്കുന്നില്ല. പാറസ്ഥലത്ത് വീണ പോലെ പൊങ്ങി വരുമ്പോഴേ കരിഞ്ഞു. ഇന്ന് വഴി ആരാധന കഴിഞ്ഞ് ഇവിടുന്ന് അങ്ങോട്ട് പോയി, ആരാധന കഴിഞ്ഞു, നല്ല ആരാധനയായിരുന്നു, പാസ്റ്ററിന്റെ മെസ്സേജ് സത്യമോ, ദൈവവചനം വായിക്കണമെന്നും പറഞ്ഞ് അങ്ങോട്ട് പോയി. പിന്നെ എടുത്തു, ഫേസ്ബുക്ക് എടുത്തു, റീല് വന്നു, റീലോ ഏതൊക്കെ ഇങ്ങനെ വന്നു. 1 കണ്ട് 2 കണ്ട് 3 കണ്ട് കോമഡി ഷോയിലോട്ട് കയറി ചിരിച്ചു കിടന്ന് ഉറങ്ങി. ഇന്ന് പ്രസംഗിച്ചത് പാറപ്പുറത്ത് പോലും വീഴുന്നതിന് മുമ്പ് വഴിയരികെ വീണ് പക്ഷികൾ കൊണ്ടുപോയി അല്ലേ? നാട്ടിലോട്ട് വിളിച്ചു, എടാ വല്ലോ പൈച്ച ഐസ് തരണം, ഇവിടെ മുഴുവൻ പ്രശ്നമാണ്, മുള്ള് അല്ലേ? മുള്ള് ഞെരുക്കി അങ്ങ് പിടിച്ചു. ഇതോടുകൂടി വചനമകത്തുനിന്ന് പോയി. പിറ്റേ ഞായറാഴ്ച വരാൻ നോക്കുമ്പം പ്രശ്നമാണെന്നാ പറഞ്ഞ നാട്ടിൽ. ഞായറാഴ്ച ചെയ്താൽ കൂടുതൽ പൈസ കിട്ടും, ഞായറാഴ്ച ജോലിക്കൂടെ അങ്ങ് പോയേക്കാം. ആരാധനയ്ക്ക് വരവും നിന്നു. ഇതാണ് ശത്രു. അതുകൊണ്ട് സക്കായിയെ കുറിച്ച് കാണുന്നത്, സക്കായി യേശുവിനെ കുറിച്ച് കേട്ട് അവന്റെ മനസ്സിൽ ഭയങ്കര ആഗ്രഹമായി യേശുവിനെ കുറിച്ച് അറിയാൻ. ആ യേശുവിനോടുള്ള സ്നേഹം
ആരും ചെയ്യാത്തൊരു പ്രവൃത്തി ഇവനെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ഇവൻ വലിഞ്ഞൊരു മരത്തിന്റെ മണ്ടയ്ക്ക്. ഇവന്റെ വീട്ടിൽ വേലക്കാർ ഇഷ്ടം പോലെ ഉണ്ട് കത്തി പറിക്കാൻ. പക്ഷെ ഇവൻ അവരോടല്ല കയറാൻ പറഞ്ഞത്, ഇവൻ സ്വന്തമായിട്ട് കയറി. കാര്യം പറയട്ടെ, നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ യേശുവിന്റെ അടുത്ത് പറഞ്ഞു വരേണ്ടത് പാസ്റ്റർമാരെയും പ്രവാചകന്മാരെയും അപ്പനെയും അമ്മയല്ല, യേശുവിന്റെ അടുത്ത് പോകേണ്ടവൻ നീ തന്നെയാണ്. സ്തോത്രം. മധ്യസ്ഥന്മാരെ അല്ല വിടേണ്ടത്. അമ്മേ, എനിക്ക് ആവശ്യപ്പെട്ടൊരു ഒരാഴ്ച വീട്ടിൽ ഒന്ന് ഉപവാസ പ്രാർത്ഥന വെച്ചേരെ, അതിന്റെ ആവശ്യമില്ലടാവേ. നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ നീ പ്രാർത്ഥിക്ക്, നീ കർത്താവിനോട് അടുത്തുവാ. നാട്ടുകാര് പ്രാർത്ഥിച്ച അവർക്ക് ഗുണമുണ്ട്, അപ്പ പ്രാർത്ഥിച്ച അമ്മയ്ക്ക് ഗുണമുണ്ട്, അപ്പം പ്രാർത്ഥിച്ച അപ്പന് ഗുണമുണ്ട്. ശരിയാ, നിന്റെ പ്രശ്നം മാറുമായിരിക്കും, പക്ഷെ നീ കർത്താവിനോട് അടുക്കത്തില്ല, സ്വർഗത്തിലോട്ട് പോകത്തുമില്ല. നിനക്ക് കർത്താവിനോട് അടുക്കണോ, സ്വർഗത്തിൽ പോകണമോ? നിന്റെ പ്രയാസങ്ങൾ പെർമനന്റ് ആയിട്ട് മാറണമോ? ഒരൊറ്റ മാർഗമേ ഉള്ളൂ. മറ്റുള്ളവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കേണ്ട, പ്രയർ സെല്ലി വിളിച്ചു പറയേണ്ട ആവശ്യമില്ല. മറ്റുള്ള പ്രയർ കാർഡുകളോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് മെസ്സേജ് ഇടണ്ട. നീ നിന്റെ മുട്ടുമേൽ വീണാ മതി. മുട്ടുമേൽ വീഴുന്നത് നിന്റെ ബൈബിൾ സ്കൂൾ ആക്കി മാറ്റിയാൽ മതി. നിന്റെ പ്രശ്നവും മാറും, നീ സ്വർഗത്തിലും പോകും. ഇത് മനസ്സിലാക്കിയ സക്കായി കാട്ടത്തിയുടെ മേലെ, അത്തിയുടെ മേലെ വലിഞ്ഞു കയറി യേശു ക്രിസ്തു ആ വഴിയായിട്ട് വരുന്നുണ്ടെന്ന് അറിഞ്ഞു. അങ്ങനെ ഇവർ മണ്ട വലിഞ്ഞു കയറി ഇരിക്കുക. യേശു താഴെ കൂടെ നടന്നു വരിക. യേശു താഴെ കൂടെ നടന്നു വരുമ്പോൾ സക്കായി ഇരിക്കുന്നത് വേറെ ആരും കണ്ടില്ല. അപ്പൊ ഒന്നെങ്കിൽ സക്കായി ആൾക്കാരൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ തലേ ദിവസം രാത്രി തന്നെ കയറി ഇരുന്ന് കാണും, അല്ലേ? അല്ലെങ്കിൽ ആൾക്കാർ, എടാ സക്കായി എന്നാ പരിപാടി ചോദിക്കണ്ടേ? എന്നാൽ സക്കായി എത്ര നേരത്തെ കയറി നമുക്കറിയത്തില്ല. സക്കായി നേരത്തെ കയറി. ഞാൻ ഓർക്കുവേ, ഈ ആണും പെണ്ണും തമ്മിൽ സ്നേഹിക്കുന്ന പെണ്ണിനെ കാണാൻ വേണ്ടി എന്തുമാത്രം തന്ത്രം ഉപയോഗിച്ചൊക്കെ ആൾക്കാർ കാണാൻ പോകുന്നേ, അല്ലേ? ഭയങ്കര തന്ത്രമാ. ഇല്ലാത്ത പ്രോഗ്രാം ഉണ്ടാക്കി ആ വഴിക്ക് പോയി കറങ്ങി കുത്തി, അല്ലെങ്കിൽ ഇല്ലാത്ത ട്രെയിൻ ക്യാൻസൽ ചെയ്ത് അതുവഴി കറങ്ങി വരും. പക്ഷെ കർത്താവിന് വേണ്ടി ഇങ്ങനെ പോകാൻ ആഗ്രഹമുണ്ടെങ്കിലോ, ഒന്ന് ഓർത്ത് നോക്കിക്കല്ലേ. ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടെങ്കിൽ ആ ബർത്ത്ഡേ പാർട്ടിക്ക് പോകാൻ വേണ്ടി ഞായറാഴ്ചത്തെ ഷിഫ്റ്റ് ക്യാൻസൽ ചെയ്യിക്കും. പക്ഷെ ആരാധനയ്ക്ക് വരാൻ പറയുമ്പം ക്യാൻസൽ ചെയ്യിച്ച് കിട്ടത്തില്ലെന്ന് പറയാം. ചോദിച്ചാൽ കിട്ടത്തില്ല. ബർത്ത്ഡേ പാർട്ടിക്ക് ചോദിച്ചപ്പോഴേ കിട്ടി. പ്രൈസ് ദി ലോർഡ്. കെട്ടിയവന്റെ ആൾക്കാർക്ക് വരുമ്പോ അവധിയില്ല, സ്വന്തക്കാർ വരുമ്പോ എപ്പോഴും അവധിയും കിട്ടും. അത് പ്രവർത്തിക്കുന്ന പ്രത്യേക രീതിയിലാണോ? ഇത് നമ്മൾ മനസ്സിലാക്കണം, അല്ലേ? മനസ്സിലാക്കണം. അപ്പോ സക്കായി വരിഞ്ഞ് എത്ര ദിവസം മുമ്പ് കയറി, രാവിലെ കയറിയോ വൈകിട്ട് കയറിയോ പെട്ടെന്ന് കോവിഡ് വെച്ച് കയറിയോ ഓടിക്കേറിയോ ചാടിക്കേറിയോ ഉന്തിയിട്ടോ നമുക്കറിയത്തില്ല. പക്ഷെ സക്കായി മണ്ടരിക്കുക. ഈ സക്കായിയുടെ അടുത്തൂടെ യേശു ഇങ്ങനെ നടന്നു വരുമ്പോൾ സക്കായി ഇരിക്കുന്ന മരത്തിനടുത്തെത്തിയിട്ട് യേശു സക്കായിയോട് ഒറ്റ നോട്ടം. യേശു ആരെങ്കിലും പറഞ്ഞു സക്കായി മണ്ട ഇരിപ്പുണ്ട്? ആരും പറഞ്ഞിട്ടില്ല. സക്കായി ഇങ്ങനെ നോക്കി, സക്കായേ എന്ന് വിളിച്ചു. ചേടാ, യേശുവിന് ഇവന്റെ പേര്. തന്നെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. തന്നെ അന്വേഷിക്കുന്നവന് വേണ്ടി പ്രത്യേകതയുണ്ട്. അവന്റെ ഓമന പേര് ചൊല്ലി നമ്മളെ വിളിക്കും. ശമുവേലേ ശമുവേലേ എന്ന് വിളിച്ചു, മോശേ മോശേ എന്ന് വിളിച്ചു. എന്തുകൊണ്ടാണെന്നറിയാമോ? അവനെ അന്വേഷിക്കുന്നവരുടെ പേര് കർത്താവിനറിയാം. സ്തോത്രം. ലോത്തിന്റെ പേരെഴുതി, ഭാര്യയുടെ പേരെഴുതിയില്ല. സക്കായിയുടെ പേരെഴുതി, വേറെ ആരുടെയും പേര് ഇവിടെ എഴുതിയില്ല. പക്ഷെ സക്കായുടെ അടുത്ത് വന്നപ്പോൾ ആരും പറഞ്ഞു കൊടുക്കാതെ യേശു സക്കായുടെ അടുത്തേക്ക് നോക്കിയതിന് ശേഷം വിളിക്കുകയാണ്, സക്കായേ നീ വേഗം ഇറങ്ങി വാ. ആരും പറയാതെ അവനെ അന്വേഷിച്ചവന്റെ പേര് യേശു അറിഞ്ഞു. നല്ല കാര്യമല്ലേ? നല്ല കാര്യമല്ലേ? അപ്പം പേരറിയാം യേശുവൻ, അല്ലേ? യേശു പേരറിഞ്ഞു. എനിക്ക് സന്തോഷം തോന്നി കേട്ടോ. എന്നിട്ട് പറയുകയാണ്, നീ സൂക്ഷിച്ച് പതുക്കെ ഇറങ്ങി വരണം, ദേഹം ഒന്ന് മുറിക്കരുത് എന്നല്ല പറഞ്ഞത്. നീ എന്ത് ചെയ്യണം? വേഗം ചടേ നീ ഇറങ്ങി പോരാ. എടാ, നീ എന്റെ പുറകെ വരാൻ ആഗ്രഹിക്കുമ്പോൾ ചിലപ്പോൾ മുറിഞ്ഞെന്നൊക്കെ ഇരിക്കും.
ചിലപ്പോ തൂങ്ങി ആടേണ്ടി വരും. അങ്ങോട്ട് കയറിപ്പോയത് ഗോണി വെച്ച് രണ്ടുപേര് കൂടെ നിന്നിട്ടായിരിക്കും. പക്ഷെ ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോ ഒരുത്തനും ഇല്ല. നീ ഇങ്ങോട്ട് ചാടി ഇറങ്ങി പോരണം. ഉടനെ സക്കായി അടുത്തൊരു വാക്യം കൂടെ, ഇതിനായിട്ടല്ലോ ഞാൻ ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാണ്. ഇതിനായിട്ടല്ലോ ഞാൻ ഇതുവഴി വന്നെന്ന്. അപ്പൊ എല്ലാവരും പറയും യേശുവിനെ കാണാൻ സക്കായി മണ്ട കയറിയിരുന്നെന്ന്. സത്യത്തിൽ തിരിച്ചാ, സക്കായിയെ കാണാനാ യേശു ആ വഴിക്ക് വന്നേ. സ്തോത്രം, ഹല്ലേലൂയ. കണ്ടോ, സക്കായി അല്ല പ്ലാൻ ചെയ്തത് മക്കളെ, ദൈവമക്കളെ. സക്കായി അല്ല ഇത് പ്ലാൻ ചെയ്തത്. പിന്നെ പ്ലാൻ ചെയ്തത് ആരാ? കർത്താവായ യേശുവാ പ്ലാൻ ചെയ്ത്. യേശു പ്ലാൻ ചെയ്തിട്ട് പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്ന ധനാഢ്യനായ, നാട്ടുകാർ പാപി എന്ന് വിളിക്കുന്ന, ചുങ്കക്കാരിൽ പ്രമാണിയായ ഒരു സക്കായി ഉണ്ട്. അവൻ എന്നെ അന്വേഷിച്ച് എന്നെ സ്നേഹിക്കുന്ന ഒരുവനാ. ഇന്ന് അവന്റെ വീട്ടിൽ പോയി എനിക്ക് പാർക്കണം. കാരണം ആ കുടുംബത്തിന് രക്ഷ കൊടുക്കാനും കൂടെ ഞാൻ ഭൂമിയിലേക്ക് കടന്നു വന്നത്. സ്തോത്രം, ഹല്ലേലൂയ. പലരും പറയാറുണ്ട്, ഞാന് ദൈവത്തെ അറിയാത്ത കുടിയനായി നടന്ന സമയത്ത് ഞാൻ ഒരു റെയിൽവേ സ്റ്റേഷന്റെ സൈഡിൽ നിന്ന് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ശബ്ദം കേട്ട് ഞാൻ അങ്ങോട്ട് ചെന്നു. നോ 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 നോ, അങ്ങനെയല്ല. നീ അന്ന് അവിടെ ആത്മഹത്യ ചെയ്യാൻ വരുമെന്നറിഞ്ഞുകൊണ്ട് നിനക്ക് വേണ്ടി ഒരു കൺവെൻഷൻ ഒരുക്കി, കർത്താവ് പറഞ്ഞാൽ കേൾക്കുന്ന ഒരു പ്രാസംഗികനെ അവിടെ അയച്ച് നിനക്ക് വേണ്ടി സുവിശേഷം പറയിപ്പിച്ച് നിന്നെ വിളിച്ചോണ്ട് പോയവനാ കർത്താവ്. ഹല്ലേലൂയ. നമ്മൾ തിരിച്ച് കർത്താവിന്റെ പദ്ധതി ഒന്ന് കാണണം. നമ്മൾ പലപ്പോഴും പറയും, 5 അച്ഛന്മാരുള്ള 3 കന്യാസ്ത്രീമാരുള്ള 3 ബിഷപ്പുമാരുള്ള കുടുംബത്തിൽ നിന്ന് എനിക്ക് കർത്താവിനെ അറിയുവാൻ സാധിച്ചു. നോ 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 നോ, അങ്ങനെയല്ല. തിരിച്ചാ. 3 ബിഷപ്പുമാരും അച്ഛന്മാരുമുള്ള കുടുംബത്തിൽ നിന്നെ കണ്ടിട്ട് കർത്താവ് നിനക്ക് വേണ്ടി ഒരുത്തിനെ അങ്ങോട്ട് അയക്കുക ചെയ്തേ. സ്തോത്രം. നമ്മൾ എവിടെ നോക്കിയാലും കാണാം, ആരും കർത്താവിനെ കർത്താവ് അവരെ അന്വേഷിക്കുക ചെയ്തേ. ശൗലിനെ അന്വേഷിച്ചു കർത്താവ് വന്നു, അല്ലേ? ശൗല്, ഏത് ശൗലിനെ? പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും. ശൗലേ ശൗലേ, മുള്ളിന് നേരെ വിതയ്ക്കുന്നത് നിനക്ക് വിഹിതമോ? കർത്താവേ, നീ ആരാകുന്നു? നീ ഉപദ്രവിക്കുന്ന നസ്രാനായ ക്രിസ്തു തന്നെ. യേശു എങ്ങോട്ട് ചെന്നു? യേശു ശൗലിന്റെ അടുത്തേക്ക് ചെന്നു. ദാവീദിന്റെ അടുത്തോ? ദാവീദിനെ ശമൂവേലിനെ വിട്ട് വിളിപ്പിച്ചുകൊണ്ട് വന്നു. ഹല്ലേലൂയ. മോശയുടെ അടുത്തോ കർത്താവ് അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു. പഴയ ശൗലിന്റെ അടുത്തോ ദൈവം പ്രവാചകനെ അവിടെ അയച്ചു. കഴുതെ കാണാതെ പോയി. കഴുതെ കർത്താവ് ഓടിച്ചു വിട്ടു. കഴുതെ കണ്ടിട്ട് കിട്ടുന്നില്ല. ഒന്ന് ഓർത്തു നോക്കിക്കേ, കർത്താവ് എത്ര മനോഹരമായിട്ടാണ് നമ്മളെ ഒരു വഴിക്ക് കൊണ്ടുപോകുന്നെന്ന്. സ്തോത്രം. പക്ഷെ നമ്മൾ എപ്പോഴും പറഞ്ഞെങ്ങനാന്നറിയാമോ? ഞാൻ കണ്ടെത്തിയതല്ല, അവൻ എന്നെ കണ്ടെത്തിയത്. സ്തോത്രം. അപ്പോ നമ്മൾ ഇവിടെ ഇതാ കാണുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ സക്കായിയെ കാണുക. സക്കായിയുടെ അടുത്ത് യേശു എന്ന് പറയുകയാണ്, സക്കായി, ഇതിനായിട്ടല്ലോ ഞാൻ ഈ വഴിക്ക് വന്നെന്ന്. നീ വലിഞ്ഞു കയറിയതല്ല, ഞാൻ ഈ വഴിക്ക് വന്നത്, ഈ പ്രോഗ്രാം പ്ലാൻ ചെയ്തത് പോലും എന്തിനു വേണ്ടിയാ? നിനക്ക് വേണ്ടിയാ. സക്കായി ഇത് മനസ്സിലാക്കിയില്ല. അങ്ങനെ കർത്താവ് സക്കായിയുടെ വീട്ടിൽ പോയി താമസിച്ചു. നമുക്കത് വിടാം. 1 സക്കായിയെ നമ്മൾ കണ്ടു. 2 നമ്മൾ നോക്കാൻ പോകുന്ന യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം. നിക്കോദിമോസ് എന്നൊരുവൻ. നിക്കോദിമോസിനെ കാണുന്നത് അവൻ ആരാന്നറിയാമോ? പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായ നിക്കോദിമോസ്. നേരത്തെ കണ്ടത് ചുങ്കക്കാരിൽ പ്രമാണി, ഇവിടെ കാണുന്നത് പരീശന്മാരിൽ പ്രമാണി, അല്ലേ? നോർത്ത് നോക്കി ഓരോരുത്തരെ കാണുന്നത്. ഒന്ന് ചുങ്കക്കാരിൽ പ്രമാണിയായിരുന്നു. പ്രമാണി എന്ന് പറഞ്ഞ ഇംഗ്ലീഷിൽ പറയുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? There was a man of the Pharisees named Nicodemus, a ruler of the Jews. യഹൂദന്മാരെ ഭരിക്കുന്നവൻ, പ്രമാണി. നിക്കോദിമോസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാ? പ്രമാണി. നിക്കോദിമോസ് രാത്രിയിൽ യേശുവിന്റെ അടുത്തേക്ക് വരിക. യേശുവിന്റെ അടുത്തേക്ക് വന്നിട്ട് പറയുകയാണ്, യേശുവേ, നീ ദൈവത്തിന്റെ അടുത്താ വന്നെന്ന് ഞങ്ങൾക്ക് അറിയാം. അല്ല, നിന്നെ കൊണ്ട് ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. സ്തോത്രം. അപ്പോ നിക്കോദിമോസ് യേശുവിന്റെ അടുത്ത് വന്നപ്പോൾ യേശുവിന്റെ അടുത്തേക്ക് അവൻ വരിക ഇങ്ങനെ. എന്തിനാണെന്നറിയാമോ? ഒന്ന് ഓർത്തു നോക്കണം. അത്ര പ്രമാണിമാരുണ്ടായിട്ടും നിക്കോദിമോസ് ഒരൊറ്റ വ്യക്തിക്ക് മാത്രമേ യേശുവിന്റെ അടുത്ത് വരാൻ തോന്നിയുള്ളൂ.
അതെങ്ങനെയാവും വന്നത്? മറ്റുള്ള എല്ലാവരെയും റെപ്രസെന്റ് ചെയ്തിട്ടാണ് വരുന്നത്. ഞങ്ങൾ മറ്റുള്ളവരെല്ലാവരും പറഞ്ഞിട്ട് പുള്ളിക്കാരൻ വരിക യേശുവിനെ കാണാൻ. യേശുവിന്റെ അടുത്തേക്ക് വന്നു. യേശുവിന്റെ അടുത്തേക്ക് വന്നു കഴിയുമ്പോൾ യേശു ക്രിസ്തു ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ നിനക്ക് കഴിയത്തില്ല. നമുക്ക് തിരിച്ചു പോകണം, വേറെ സ്ഥലത്ത് തിരിച്ചു പോകണം. അതിനുവേണ്ടി ഈ വാക്യം ഞാൻ എടുത്തത്. പുതുതായി ജനിച്ചില്ല എങ്കിൽ. എന്തുവാ പുതുതായി ജനിക്കുക? അല്ലേ, പുതുതായി ജനിക്കുക. നമ്മൾ പെന്തക്കോസ്തുകാരുടെ ഇടയിൽ ഒരു ഭാഷയുണ്ട്, പുതുതായി ജനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവായി യേശുവിനെ രക്ഷിതാവായി പുതുതായി ജനിച്ചു. രസമാവും. ഇന്നലെ വരെ അവൻ കർത്താവുമായിട്ടൊരു ബന്ധമില്ലാത്ത ഒരുത്തരായിരുന്നു, പക്ഷെ ഭാര്യയെ തല്ലുമായിരുന്നു, അല്ലേ? ഇന്ന് അവൻ കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു, പക്ഷെ ഇന്നും ഭാര്യക്കിട്ട് തല്ലും. പുതുതായിട്ട് ജനിച്ചോ? അല്ല, ചോദിക്കണം, അല്ലേ? അല്ലേ, ചോദിക്കണ്ടേ? ഇന്നലെ വരെ ഭാര്യക്കിട്ട് തല്ലായിരുന്നു, കുരിച്ചു നിർത്തിയിരിക്കുമായിരുന്നു. ഇന്ന് മീൻചട്ടി കൊണ്ട് തലക്കടിക്കും, പക്ഷെ ഇവൻ രക്ഷിക്കപ്പെട്ടവനാണ്. ആരാധനയ്ക്ക് വന്നാൽ പുള്ളി കൈ അടിക്കും, ഭയങ്കര ആരാധന, ഓ ഹല്ലേലൂയ. വീട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ മീൻചട്ടി എടുത്ത് ഭാര്യക്കിട്ട് തല്ലും. ഇവൻ പുതുതായിട്ട് ജനിച്ചോ? ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. അവന്റെ ജീവിതത്തിൽ മാറ്റം കാണും. മാറ്റമില്ലാതെ ഒരുവൻ പുതുതായി ജനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മാറ്റത്തെ നമ്മൾ സംശയിക്കണം. ശരിയാണ്, ഒറ്റ ദിവസം കൊണ്ട് ഒരു മനുഷ്യന് മാറ്റം ഉണ്ടാകത്തില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് ഒരുവിൽ വന്നു കഴിഞ്ഞാൽ അവന് തെറ്റും ശരിയും തിരിച്ചറിയാൻ സാധിക്കും. അറ്റ്ലീസ്റ്റ് അവന്റെ കുറ്റബോധം ഉണ്ടാകും, പാപബോധം ഉണ്ടാകും. അയ്യോ ഡി കൊച്ചെ, ഞാൻ തല്ലി കേട്ടോ, സോറി, ക്ഷമിക്കണമെന്നെല്ലാം പറയും. പിന്നെയും തല്ലുകാണെങ്കിലോ? എന്നാൽ നമ്മൾ സക്കായിയെ കുറിച്ച് നോക്കിയാലോ? സക്കായി പറയുകയാണ്, കർത്താവെ, ഞാൻ ആരുടെയെങ്കിലും തെറ്റായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് ഞാന്. യേശുക്രിസ്തു പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷമാണ്, അല്ലേ? അപ്പൊ പുതുതായി ജനിച്ചവന്റെ ഒരു പ്രത്യേകത എന്തുവാ? അവന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ കാണും. സ്തോത്രം. അപ്പോൾ പുതുതായി ജനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഒരു ചർച്ചിൽ വന്നതിന് ശേഷം ഇന്ന് ഞാൻ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ടായില്ല. ആ മാറ്റം അവന്റെ ജീവിതത്തിലെ പ്രവർത്തികളിലും കാണാൻ തുടങ്ങി. കമ്മിറ്റി മീറ്റിംഗ് വെക്കുമ്പോൾ ആദ്യം എഴുന്നേറ്റ് നിന്ന് പാസ്റ്ററിനോട് ചെരുപ്പെടുത്തെറിയുന്നവൻ പുതുതായി ജനിച്ചവനല്ല. താൻ ഇങ്ങോട്ടോ പുൽപ്പിറ്റത് ഇങ്ങോട്ട് ഇറങ്ങി പാടോ, ഞാൻ തന്നെ കാണിച്ചു തരാമെന്ന് പറയുന്നവൻ പുതുതായി ജനിച്ചവൻ അല്ല. അവൻ ഇപ്പോഴും ജീവിക്കുന്നത് എവിടെയാ? പഴയ ജഡത്തിലാ. അവന് മാറ്റമില്ല. പാസ്റ്റർ ആള് ശരിയല്ലെന്നേ, അല്ലെങ്കിൽ താൻ എന്തിനാ ഭാരപ്പെടുന്നേ? ചില കർത്താവ് നോക്കിക്കൊള്ളുന്നേ. നിന്നെ ആരാ വിളിച്ചത് ന്യായകർത്താവായിട്ട്? നിനക്ക് ബുദ്ധിമുട്ടാണോ? നീ വേറെ ചർച്ചിൽ പോവും, വേറെ പണി നോക്ക് പോയി. ഇത് പാസ്റ്ററിനിട്ട് തല്ലി ആ ശാപം കൂടെ വലിച്ചു തലയിൽ വെക്കുക. എന്തുമാത്രം പാസ്റ്റർമാരെ കഷ്ടത അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾ ഓർക്കും പാസ്റ്റർമാരുടെ ജോലി എളുപ്പമാണെന്ന്. താല്പര്യമുള്ളത് പറഞ്ഞാൽ മതി, ഹെൽപ്പ് ചെയ്യാം. പാസ്റ്റർമാരുടെ മക്കൾ ഇവിടെ കുറച്ച് പേര് ഇരിപ്പുണ്ട്, അവർക്കറിയാം. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന സക്കായിക്ക് ഒരു മാറ്റമുണ്ടായി. സക്കായി പറയുകയാണ്, കർത്താവെ, ഞാൻ അന്യമായിട്ട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് 4 മടങ്ങ് തിരിച്ചു കൊടുത്തേക്കാം, ഇല്ലാത്തതൊക്കെ 2 മടങ്ങ് കൊടുക്കുന്നുണ്ട്. ഇത് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞൊരു വാക്കാണ്, ഇന്ന് ഈ കുടുംബത്തിന് രക്ഷമാണ്. അവൻ യേശുവിനെ വീട്ടിൽ കൊണ്ടുവന്നത് കൊണ്ടല്ല, പിന്നെ എന്തുകൊണ്ടാണ്? അവന്റെ ജീവിതത്തിൽ വന്ന മാറ്റം കൊണ്ട്. അതിന്റെ അർത്ഥം, യേശു ഒരുവന്റെ ജീവിതത്തിൽ വരികയും അവൻ ദൈവവചനം പഠിക്കുകയും ചെയ്താൽ അവന്റെ ജീവിതത്തിൽ എന്തുണ്ടാകും? മാറ്റം ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മൾ നമ്മുടെ കുറവുകൾ മനസ്സിലാക്കി അതിനെ പരിഹരിക്കുന്നത് പോലെ ദൈവവചനം വായിക്കുകയാണ് എങ്കിൽ നമ്മുടെ കുറവുകളെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും. അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിന്റെ കുറവുകളെ ക്രമീകരിച്ച് ദൈവഹിതപ്രകാരം മുൻപോട്ട് പോകാൻ നമ്മളെ കൊണ്ട് സാധിക്കും. കർത്താവ് ആഗ്രഹിക്കുന്നേ. ദശാംശം കൊടുക്കാത്തവൻ ദശാംശം കൊടുക്കും, വചനം വായിച്ച്. പക്ഷെ മറ്റുള്ള പ്രാർത്ഥനയെല്ലാം ഉണ്ട്. കർത്താവേ, തരണേ 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 തരണേ, കർത്താവെ, അമർത്തിക്കുലിക്കിയ വലിയ അളവ്, കർത്താവെ, ഓ ഹല്ലേലൂയ. ഇത് ഭയങ്കര പ്രാർത്ഥനയാണ്.
ദശാംശത്തിന്റെ കാര്യം പറയുമ്പം ചർച്ച കൊടുക്കണം. ആ ദൈവദാസൻ ശരിയാണോ, ഇവര് ശരിയാണോ ചോദ്യമാ. എന്നറിയോ, കൊടുക്കാൻ താല്പര്യമില്ല. എന്നാ കർത്താവ് നിനക്ക് തരാൻ നേരത്ത് നീ ശരിയാണോ എന്ന് ചോദിച്ച് കർത്താവ് പിടിച്ചു വെക്കുകയാണെങ്കിലോ? അല്ലേ? ലാഭമായി വിതയ്ക്കുന്നവൻ അല്ല, ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ. അപ്പോൾ നമ്മൾ വിതയ്ക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കൊയ്യും. കൊയ്യുമെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് രണ്ടാമത്തെ ആളെ കാണുന്നത് നിക്കോദീമോസാണ്. നിക്കോദീമോസ് രാത്രി യേശുവിന്റെ അടുക്ക് വന്നു. നിക്കോദീമോസിന്റെ ചോദ്യം ഇതായിരുന്നു: നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. യേശു ക്രിസ്തുവിന്റെ മറുപടി നേരെ തിരിച്ചാ. ചോദിക്കുന്നതിന് യേശു ഉത്തരം പറഞ്ഞില്ല. യേശുവിന്റെ മറുപടി, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ആർക്കും ദൈവരാജ്യം കാണാൻ കയറാൻ പറ്റത്തില്ലെന്നല്ല, കാണാൻ പറ്റത്തില്ല. കയറുന്നതും കാണുന്നതും വ്യത്യാസമുണ്ടല്ലേ? കാണാൻ പറ്റത്തില്ലെന്ന്. അപ്പം പുതുതായി ജനിച്ചു കഴിഞ്ഞാൽ എന്നാ ചെയ്യാം? ദൈവരാജ്യം. നിക്കോദീമോസ് അവനോട്, വൃദ്ധനായ ശേഷം വീണ്ടും അമ്മയുടെ ഉദരത്തിൽ കയറി വീണ്ടും ജനിക്കാൻ സാധിക്കും എന്ന യേശു. ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും. സത്യം ഇത് വലിയൊരു സബ്ജക്റ്റാ, ഭയങ്കര ഡീപ്പൊരു സബ്ജക്റ്റാ. ഒന്ന്, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ കഴിയത്തില്ല. ആത്മാവിനാൽ വെള്ളത്തിലാലും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയത്തില്ല. കാണുക, കടക്കുക. നിങ്ങളിത് വായിച്ച് പെറ്റുകളൊന്ന് പഠിച്ചു നോക്കണം കേട്ടോ. ഇത് പഠിച്ചു നോക്കണം. ഒന്ന്, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ കഴിയത്തില്ല. ആത്മാവിനാലും വെള്ളത്താലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയും. അപ്പൊ രണ്ട് കാര്യമുണ്ടല്ലേ? രണ്ട് കാര്യമുണ്ട്. ഒന്ന്, മാനസാന്തരപ്പെട്ടാൽ ദൈവരാജ്യം കാണാം. ആത്മാവിനാലും വെള്ളത്താലും ജയിച്ച ദൈവരാജ്യത്തിൽ കയറാം. ഇതിപ്പോ പഠിപ്പിക്കാൻ പോയാൽ ഒരു 2-3 മണിക്കൂർ പോകും. കൊണ്ട് ഞാൻ തൊടുന്നില്ല. ഇത് പുള്ളിക്ക് പറഞ്ഞിട്ട് പുള്ളിക്കാരനൊന്നും കൂടുതൽ മനസ്സിലായില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവരാജ്യം എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്, ഒരു ചെറിയ കൺസെപ്റ്റ് അല്ല. യേശുക്രിസ്തു ഭൂമിയിലേക്ക് വരുന്നതോടും വരെ ആരും ദൈവരാജ്യത്തെ കുറിച്ച് പഠിപ്പിച്ചിട്ടില്ല ഒരിടത്തും. നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഒരിടത്തും ഒരു പഠിപ്പീരിലും ദൈവരാജ്യത്തെ കുറിച്ചൊരു പഠിപ്പീര് ഇല്ല. യേശുക്രിസ്തുവാണ് ആദ്യം ദൈവരാജ്യത്തെ കുറിച്ച് പഠിപ്പിക്കാൻ തുടങ്ങിയത്. എന്തുകൊണ്ടാ? ദൈവരാജ്യത്തിൽ നിന്ന് വന്നവനാണ് യേശു. പഴയ നിയമ പ്രവാചകന്മാരോ ഒരു ഗുരുക്കന്മാരോ ദൈവരാജ്യത്തെ കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല. അവർക്ക് സ്വർഗത്തെ കുറിച്ചൊരു കൺസെപ്റ്റേ ഉള്ളൂ. അവർക്ക് ദൈവരാജ്യത്തെ കുറിച്ച് അറിയത്തില്ല. ദൈവരാജ്യത്തെ കുറിച്ച് പറഞ്ഞു തന്നവൻ ആരാ? യേശുവാ. കാരണം യേശു എവിടുന്നാ വന്നേ? ദൈവരാജ്യത്തിൽ നിന്നാ. അവൻ ദൈവരാജ്യത്തിൽ ആരാ? അതുകൊണ്ട് അവൻ കടന്നു വന്നപ്പോൾ അവൻ ദൈവരാജ്യത്തെ കുറിച്ച് പഠിപ്പിക്കാൻ തുടങ്ങി. ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ നിങ്ങൾ അറിയാത്തവരൽ അല്ലല്ലോ. മറ്റുള്ളവർക്ക് അത് വെളിപ്പെട്ടിട്ടില്ല, എന്നാൽ നിങ്ങൾക്കത് വെളിപ്പെട്ടിരിക്കുന്നു. ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് കാണുമ്പോളും ദൈവരാജ്യം നിങ്ങളുടെ മേൽ ശക്തിയോടെ കടന്നു വരും. അതിന്റെ അർത്ഥം മറ്റൊരു കാര്യം മനസ്സിലായി, ദൈവരാജ്യത്തിന് എന്തുണ്ട്? ശക്തിയുണ്ട്. ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. അതിനർത്ഥം ദൈവരാജ്യം കടന്നു വരുമ്പോൾ എന്ത് സംഭവിക്കും? ഭൂതങ്ങൾ പുറത്താകും, രോഗികൾ സൗഖ്യമാകും, മരിച്ചവർ ഉയർക്കും. ദൈവരാജ്യത്തിന്റെ പ്രത്യേകതയാണ്. ആ യേശു ദൈവരാജ്യത്തിന്റെ രാജാവാകുന്നത് കൊണ്ടും അവൻ ദൈവരാജ്യത്തിന്റെ ഉടമസ്ഥനാകുന്നത് കൊണ്ടും അവൻ തന്നെ ദൈവരാജ്യമാകുന്നത് കൊണ്ടും അവനൊരു സ്ഥലമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് അവന്റെ മുൻപിൽ മരിച്ചവർ ഉയർന്നു. 4 ദിവസമായി നാറ്റം വെച്ച ലാസർ പൊങ്ങിപ്പോന്നു. എന്തുകൊണ്ടാണെന്നറിയാമോ? ദൈവരാജ്യത്തിന്റെ അധികാരം കർത്താവ് പ്രകടമാക്കി. ആ അധികാരമാണ് അവൻ നമുക്ക് തന്നിരിക്കുന്നത്. ദൈവരാജ്യത്തിന്റെ അധികാരം വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുകയാണ്, നിനക്ക് ദൈവരാജ്യം കാണണമെന്നുണ്ടെങ്കിൽ നിനക്ക് എന്ത് വേണം? പുതുതായി നിനക്ക് മാനസാന്തരം ഉണ്ടാകണം. മാനസാന്തരം ഇല്ലാത്തവന് എന്ത് പറ്റത്തില്ല? ദൈവരാജ്യം കാണാൻ പറ്റത്തില്ല.
2, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചാൽ നിനക്ക് എന്നെ ചെയ്യാൻ പറ്റും? ദൈവരാജ്യത്തിൽ കടക്കാം. ഭൂമിയിലെ ദൈവരാജ്യം എന്ന് പറയുന്നത് നമ്മളാ, സഭയാ. ഭൂമിയിലെ ദൈവരാജ്യം നമ്മളാ, സഭയാ. നമുക്കാണ് അവൻ അധികാരവും അവകാശവും തന്നിരിക്കുന്നത്. സ്തോത്രം. മറ്റുള്ളവർക്ക് പുറത്തുനിന്ന് കാണാനേ പറ്റത്തുള്ളൂ. അവർ പറയും അവിടെ ചെന്നാൽ അത്ഭുതം കിട്ടും കേട്ടോ, ഭയങ്കര അടയാളം അവിടെ ചെന്ന് കഴിഞ്ഞാൽ. അവർക്കതില്ല. എന്തുകൊണ്ടാ? അവർക്ക് കാര്യങ്ങൾ അറിയാം, പക്ഷെ അവരകത്തോട്ട് കയറിയിട്ടില്ല. അതുകൊണ്ട് ഇവിടെ അവനോട് പറയുകയാണ്, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. ഇത് നിക്കോദിമോസിനോട് സംസാരിച്ച കാര്യമായി. രണ്ടാമത് നമ്മൾ വേറൊരുത്തരെ കുറിച്ച് കാണുന്നുണ്ട്, ഇതിനെ കുറിച്ച് എടുക്കത്തില്ല, സമയമില്ലാത്തതുകൊണ്ട്. ബർത്തിമായി, തിമായിയുടെ മകനായ ബർത്തിമായി. അവന്റെ പേര് ബർത്തി എന്നാണോ എനിക്ക് അറിയത്തില്ലല്ലേ. തിമായിയുടെ മകനാകൊണ്ടാണ് മക്ഡൊണാൾഡ്സ് എന്ന് പറയുന്ന പോലെ തിമായിയുടെ മകനായ ബർത്തിമായി. തിമായിയുടെ മകനായ ബർത്തിമായി ഇരിക്കുക. എവിടെ അവൻ ഇരിക്കുന്നേ? എരിഹോ അല്ലേ? ആണോ? എരിഹോവിലാണോ ഇരുന്നേ? തപ്പിക്കോ, കുറച്ച് നേരം തപ്പ്, അപ്പൊ നമുക്ക് കിട്ടും. ഓക്കെ. യേശുക്രിസ്തു നടന്നു വരുന്നു എന്ന് ഇവൻ ആരറിഞ്ഞു? ഭൃത്യമായി അറിഞ്ഞു. ഒന്നാമത്തെ സക്കായി എന്തിനായിരുന്നിരുന്നത്? യേശുക്രിസ്തു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ വേണ്ടി. രണ്ടാമത് യേശുക്രിസ്തു ഉപദേഷ്ടാവാകുന്നത് കൊണ്ട് ദൈവത്തിൽ നിന്ന് വന്നു എന്ന് മനസ്സിലാക്കി യേശുവിൽ നിന്ന് ഉപദേശം പഠിക്കുവാൻ വേണ്ടി. മൂന്നാമത് ഭൃത്യമായി ഇരുന്നത് സൗഖ്യം പ്രാപിക്കാൻ വേണ്ടി. 3 തരത്തിലുള്ള ആൾക്കാരാണ്. ഒരുവന് കണ്ടാൽ മതി, ഒരുവന് പഠിക്കണം, ഒരുവന് വിടുതൽ വേണം. സ്തോത്രം. ഇന്നത്തെ നമ്മുടെ കൂട്ടത്തിലും അങ്ങനെയൊക്കെ തന്നെയല്ലേ അല്ലേ? ഒരുവന് കണ്ടാൽ മതി, അവിടെ ചെന്ന മീറ്റിംഗ് ഒക്കെ കൊള്ളാം, ഒരാരാധന കണ്ടിട്ട് വരാം. അങ്ങനെ പറഞ്ഞ ആൾക്കാരെ കേട്ടിട്ടില്ലേ? ഞങ്ങൾ ആരാധന കൊള്ളാൻ പോയതാ, കേട്ടിട്ടില്ലേ? അല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയല്ല പറയുന്നത്. ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെന്ന് സുസ്തി പറഞ്ഞിങ്ങനെ പോന്നു കഴിയുമ്പോൾ ആരാധന ഞങ്ങൾ. രണ്ടാമത്തവൻ പോയത് അതുകൊണ്ടല്ല, ഉപദേശം പഠിക്കാനാണ്. 1 യേശുവിന്റെ ഫാൻ, 2 യേശുവിന്റെ ഫോളോവർ, 3 ഡിസൈപ്പിൾ. 3 പ്രോസസ്സാണ്. അപ്പോൾ രണ്ടാമത്തവൻ പോയത് ഉപദേശം പഠിക്കാൻ വേണ്ടി പോയി. യേശുവിന്റെ അടുത്ത് ഉപദേശം കേൾക്കണം, എനിക്ക് ഉപദേശം പഠിക്കണം, നീ ഞങ്ങളെ പഠിപ്പിക്കണം. ആദ്യം പറഞ്ഞവൻ യേശുവിനെ കാണാൻ പോയി. അവൻ സത്യത്തിൽ അവന്റെ ആഗ്രഹം ഡിസൈപ്പിൾഷിപ്പായിരുന്നു. സക്കായിയുടെ ആഗ്രഹം ഡിസൈപ്പിൾഷിപ്പ്. അതുകൊണ്ട് യേശു എന്ത് ചെയ്തു? അവന്റെ വീട്ടിൽ ചെന്ന് താമസിച്ചു, അല്ലേ? അവന്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടായി. അവൻ ആരായി മാറി? യേശുവിന്റെ ഡിസൈപ്പിളായി മാറി. മനസ്സിലാക്കണം കേട്ടോ, നിങ്ങൾ മനസ്സിലാക്കണം. യേശുവിന്റെ ഡിസൈപ്പിളായി മാറി. അവൻ യേശുവിന്റെ പഠിപ്പീര് പോലെ ചെയ്യുവാൻ തുടങ്ങി. യേശു ക്രിസ്തു അപ്പം പറഞ്ഞ കുടുംബത്തിൽ രക്ഷ വന്നു. സക്കായി രണ്ടാമത്തവൻ ഉപദേശം കേൾക്കാൻ വന്നതാ. അവൻ യേശുവിനെ വേണ്ട, കൂടുതൽ ഉപദേശം വന്ന്. പക്ഷെ മൂന്നാമത്തവൻ അങ്ങനല്ല, അവന് വേണ്ടത് മിറക്കിള. അതുകൊണ്ട് യേശു ക്രിസ്തു വരുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് വ്യർത്ഥമായി ഇങ്ങനെ ഇരിക്കുക. അവൻ അന്ധനാണ്, അവനൊന്നും കാണാൻ മേല. അവൻ അന്ധന്റെ പുതപ്പുമൊക്കെ പുതച്ച് കയ്യിലൊരു വടിയും ചിലപ്പോ ഒരു പാത്രവും ടിങ് 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 എന്ന് അടിക്കുന്ന ഒരു പാത്രമൊക്കെ ആയിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് യേശു ക്രിസ്തു ആ വഴിയായി നടന്നിരുന്നത്. യേശു ക്രിസ്തു വരുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ഭൃത്യമായി വിളിക്കാൻ തുടങ്ങി. യേശുവേ, അത് കുഴപ്പമില്ല, സിരിയ, എന്നോട് have mercy on. കരയാൻ തുടങ്ങി. ഇവൻ ഈ കരയുന്നതിന്റെ ലക്ഷ്യം, യേശുവിനെ മനസ്സിലായത് മറ്റൊരു രീതിയിൽ. എന്നറിയാമോ? ഇവന് മനസ്സിലായി യേശു അത്ഭുതം ചെയ്യുന്നവൻ. ഈ കാര്യം പറയാം, നിങ്ങൾ യേശുവിനെ എങ്ങനെ മനസ്സിലാക്കുവോ ആ രീതിയിലാണ് യേശു നിങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നത്. രക്ഷകനാണെന്ന് മനസ്സിലാക്കിയവൻ രക്ഷകനായിരിക്കും. പ്രൊവൈഡർ ആണെന്ന് മനസ്സിലാക്കവൻ പ്രൊവൈഡർ ആയിരിക്കും. ഹീലർ ആണെന്ന് മനസ്സിലാക്കിയവർക്ക് അവൻ ഹീലർ ആയിരിക്കും. അവനായി എപ്രകാരം നിങ്ങൾക്ക് വേണമോ അവൻ അപ്രകാരമാണ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. കാരണം ഐ ആം ദാറ്റ് ഐ ആം, ഞാനാകുന്നവൻ ഞാനാകുന്നു. നിന്റെ ആവശ്യം എന്താണോ അതനുസരിച്ചാണ് ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. സ്തോത്രം.
ഇസ്രായേൽ മക്കളുടെ അടുത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ അവൻ യഹോവയായി. യഹോവ എൽ ഷദായി, യഹോവ റാഫ, യഹോവ രാഹു, യഹോവ എല്യോൻ. ഓരോ സ്ഥലത്തും അവൻ ഓരോ പേരുകൾ നമ്മൾ കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അവരുടെ ആവശ്യങ്ങൾ എന്തായിരുന്നുവോ ആ ആവശ്യത്തിനനുസരിച്ച് അവന്റെ പേരുകൾ. സമാധാനമില്ലാത്തവർക്ക് അവൻ യഹോവ ഷാലൂം, ആവശ്യമുള്ളവൻ അവൻ യഹോവ ജായിറ, വിജയം വേണ്ടവൻ യഹോവ നിസി, ആരോഗ്യ സൗഖ്യമുള്ളവൻ അവൻ യഹോവ റാഫ. അല്ലെ? അവൻ ഓരോ സ്ഥലത്തും ഓരോരുത്തരുടെ ആവശ്യങ്ങൾ എന്തുവാണോ അവൻ അതനുസരിച്ച. പക്ഷെ രക്ഷകനാണെന്ന് മനസ്സിലാക്കുന്നവന് അവൻ യഹോവ, നമ്മുടെ കൂടെയുള്ളവൻ യേശുവായിട്ട് മാറും. അത് മനസ്സിലാക്കാതെ മറ്റുള്ളത് എല്ലാം മനസ്സിലാക്കിയിട്ട് കാര്യമില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് മനസ്സിലാക്കേണ്ടത് അവൻ രക്ഷകനാണെന്നുള്ളത്. അപ്പോൾ ഇവന്റെ അടുത്തേക്ക് വരികയാണ്. ഇവൻ അവിടെ തിരിക്കുക. യേശു ആ വഴി നടന്നു പോകുക. യേശു നടന്നു പോകുമ്പോൾ ഇവൻ അവിടെ നിന്ന് വിളിക്കുക, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് വിളിച്ചു. യേശു ഇവന്റെ ശബ്ദം കേട്ടിട്ട് നിന്നില്ല. യേശു നടന്നു. ഉടനെ മുൻ നടക്കുന്ന ആളുകൾ അവനോട് മിണ്ടാതിരിക്കുവാൻ പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ അവൻ കൂടുതൽ ഒച്ചത്തിൽ വിളിച്ചു. അങ്ങനെ കൂടുതൽ ഒച്ചത്തിൽ വിളിച്ചപ്പോൾ യേശു കേട്ടു. അതിന്റെ അർത്ഥം കൂടുതൽ ഒച്ച വിളിച്ചാലേ യേശു കേൾക്കുള്ളെന്നാണോ? അല്ല. യേശു നോക്കുന്നത് നിന്റെ പെർസിസ്റ്റൻസ് അല്ലെങ്കിൽ കൺസിസ്റ്റൻസിയാണ് നോക്കുന്നത്. നീ വിട്ടുകൊടുക്കാതെ പ്രാർത്ഥിക്കുവാൻ താല്പര്യമുള്ളവനാണോ? അതുപോലെ തന്നെ നിന്റെ ആഗ്രഹം, ആവശ്യം എന്തുമാത്രം ഉണ്ട്. ഒരു ബസ്സിന് കൈ നീട്ടി നിർത്തിയില്ല, പരിപാടി നിർത്തി പോയേക്കാം, അങ്ങനല്ല. 3 ബസ് നിർത്തിയില്ലെങ്കിലും ഞാൻ ഇന്റർവ്യൂവിന് പോവാ, ഒരു ബസ് നിർത്തി കിട്ടിയില്ല, പെണ്ണ നിർത്തി വീട്ടിൽ പോവോ? ഇല്ല. ടാക്സി പിടിച്ചാണെങ്കിൽ ഇന്റർവ്യൂവിന് പോവും, ഇല്ലേ? ആരാധന കാണാൻ നേരെ തിരിച്ചാ. ഒരു ബസ് വരാൻ ഇച്ചിരി താമസിച്ചു, ഇന്ന് ദൈവഹിതമല്ല ആരാധനയ്ക്ക് പോകുന്നത്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. കഴിഞ്ഞു. പെട്ടെന്ന് ഇറങ്ങിയപ്പോ മഴ. നമ്മൾ ആരാധനയ്ക്ക് പോകാൻ നേരത്തെ മഴ പെയ്തു. കർത്താവിന് ഇന്ന് വലിയ താല്പര്യം കാണത്തില്ല. സാരമില്ലെന്ന് വീട്ടിൽ പോയിരിക്കാം. സ്തോത്രം. ഒരുമിച്ച് വീട്ടിൽ പോയത് കട്ടൻ കാപ്പിയും കുടിച്ചിരുന്നിട്ട് ഇന്ന് പ്രത്യേകിച്ചൊന്നും പഠിപ്പിച്ച് കാണത്തില്ല. ഒന്നുമില്ല. അടുത്ത ആഴ്ച പോകാല്ലേ? അടുത്ത ആഴ്ച പോകാം. കർത്താവ് ഒന്ന് ക്ഷമിച്ചോ. കർത്താവ് നമ്മളെ മനസ്സിലാക്കുന്നുണ്ടെന്നേ. കഴിഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ ഭയങ്കര സന്തോഷം. കഴിഞ്ഞു. നോ. ഞാൻ ഒരു ബസ്സില്ലെങ്കിൽ ഞാൻ നടന്നാണെങ്കിലും പോകും. എനിക്ക് പരിചയക്കാരുണ്ട്. അത് പുള്ളിയോട് പറഞ്ഞു, പാസ്റ്ററെ അവര് ഹൈദരാബാദിലോ സിക്കന്ദരാബാദിലായിരുന്നു. അപ്പൊ 40 കിലോമീറ്റർ സൈക്കിൾ ഊട്ടിയാണ് ആരാധനയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്. ആങ്ങളെയും പെങ്ങളും കൂടെ 40 കിലോമീറ്റർ സൈക്കിൾ ഊട്ടി. രാവിലെ 6 മണിയാകുമ്പോൾ ആരാധനയ്ക്ക് പോകാൻ ഇറങ്ങും വീട്ടിൽ നിന്ന്. 10 മണിക്ക് ആരാധന. ഇത്രയും ദൂരം സൈക്കിൾ ചവിട്ടുക, ചവിട്ടി അവിടം വരെ പോകും. രാത്രി ഒരു 8 മണിയാകുമ്പോൾ തിരിച്ച് വീട്ടിൽ വരുന്ന സൈക്കിളും ചവിട്ടി. അങ്ങനെയായിരുന്നു ഒരു 3 വർഷം എന്ന് പറഞ്ഞു സൈക്കിളിലൂടെ ആരാധനയ്ക്ക് പോകുന്നത്. കാരണം പൈസ ഇല്ല. ഞാൻ ഓർത്തു, അവൻ എന്തുമാത്രം കർത്താവിനെ സ്നേഹിച്ചു എന്നറിയത്തില്ല, സഭയെ സ്നേഹിച്ചു. അല്ലേ? കർത്താവിനെ സ്നേഹിച്ചെന്ന് പറയാൻ പറ്റുമോ? നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. പക്ഷേ സഭയെ, മിനിസ്ട്രിയെ സ്നേഹിച്ചു. ഇപ്പോൾ ഇവനെ കുറിച്ച് നമ്മൾ കാണുന്നു. ഇവൻ യേശു കടന്നു പോകുന്നത് കണ്ടിട്ട് ഇവൻ വിളിക്കുവാൻ തുടങ്ങി, കർത്താവേ ദാവീദ് പുത്ര എന്നോട്. ഇവന്റെ ശബ്ദം യേശു കേട്ടു. യേശു നിന്നതിന് ശേഷം പറഞ്ഞു, അവനെ വിളിക്കാം. നമുക്കിനി തിരിച്ചു ചിന്തിക്കാം. സക്കായിയുടെ അടുത്തേക്ക് യേശു കടന്നു വന്നിട്ട് സക്കായിയോട് പറഞ്ഞു, സക്കായെ നീ വേഗം ഇറങ്ങി വാ. സക്കായെ യേശു വിളിച്ചു, അല്ലേ? സക്കായിയെ യേശു വിളിച്ചു. കാരണം മാനസാന്തര അനുഭവം ഉള്ളവനാണ് എന്ന് സക്കായിയെ കർത്താവ് അറിഞ്ഞതുകൊണ്ട് സക്കായിയെ യേശു വിളിച്ചു. എങ്ങനെ? എന്തുകൊണ്ടാ മാനസാന്തര അനുഭവം സക്കായിക്കുള്ളത്? എങ്ങനെയാ? എടാ, യേശു ക്രിസ്തു വീട്ടിൽ വരുന്നതിന് മുൻപ് തന്നെ സക്കായി യേശുവിന്റെ പഠിപ്പീര പ്രകാരം 2 മടങ്ങും 4 മടങ്ങും കൊടുക്കുന്നവനായിരുന്നു. യേശു വന്നപ്പോഴല്ല തുടങ്ങിയത് പരിപാടി. യേശുവിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ മുതൽ തന്നെ
സക്കായിയുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായി. യേശു സക്കായിയുടെ വീട്ടിൽ വരുന്നതിന് മുമ്പ് തന്നെ അവൻ 2 മടങ്ങും 4 മടങ്ങും കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ കൊടുക്കാൻ തുടങ്ങിയ സക്കായിയെ യേശുവിനെ വിളിച്ചുകൊണ്ട് വരുന്നേ. ഇവന്റെ ജീവിതത്തിലെ മാനസാന്തര അനുഭവം യേശു കണ്ടു. അതുകൊണ്ട് യേശു അവനോട് പറയുകയാണ്, സക്കായിയെ നീ ഇറങ്ങി വാ, എനിക്ക് നിന്റെ കൂടെ താമസിക്കണം. കാരണം എന്റെ വചനം കേട്ട് എന്റെ ആജ്ഞ അനുസരിക്കുന്നവരായിട്ടുള്ളവൻ ഇവൻ. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ അവന്റെ വചനം കേട്ട് ആജ്ഞ അനുസരിക്കുന്നവനെ അവൻ എന്ത് ചെയ്യും? മാനിക്കും. സ്വന്തം പുത്രനെ അപ്പൻ തന്നെ മാനിക്കുന്ന മകനെ പിതാവ് മാനിക്കുന്നത് പോലെ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ നിങ്ങളെ അനുസരിക്കുന്നവരെയാണോ സ്നേഹിക്കുന്നത്, അനുസരിക്കാത്തവരെയാണോ? അല്ലേ? ആരെയാ? എന്നെ ഒട്ടും അനുസരിക്കാത്തവരെ എനിക്കിഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ശ്രദ്ധിക്കണമെന്നാണ്. നിങ്ങൾ ആളൊരു റിബലാന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലേ? സത്യമല്ലേ? എന്നെ അനുസരിക്കുന്നവരെ എനിക്ക് ഇഷ്ടമേ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പാരയാന്ന് ഓർത്തോണം. നമുക്കെല്ലാവരും ഇഷ്ടം അങ്ങനെയുള്ളവരെയാ. ഈ 3, 4, 5 പെമ്മക്കളുള്ള അമ്മമാരെ കണ്ടിട്ടുണ്ടോ? ചില പെമ്മക്കൾ അങ്ങോട്ട് വീട്ടിലോട്ട് കയറി വരുമ്പോൾ, അമ്മേ, അയ്യോ അമ്മയെ കാണാഞ്ഞിട്ട് ഞാനങ്ങ് മടുത്തുപോയി. അമ്മയ്ക്ക് വേണ്ടി കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, മുട്ടായി കൊണ്ടുവന്നിട്ടുണ്ട്, പൊതിച്ചോറ് കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മ കഴിക്കുക അമ്മ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് അമ്മയുടെ കൂടെ 2 ഉമ്മയെ കൊടുത്തു കഴിയുമ്പോൾ അമ്മ അങ്ങ് വീഴും. ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ അമ്മയെ വിളിക്കത്തുമില്ല, ഒന്നുമില്ല. പക്ഷെ ആ വരുന്ന സമയം കൊണ്ട് അമ്മയ്ക്ക് പിന്നെ ആ മോളെ മതി. കണ്ടിട്ടില്ലേ? അപ്പൊ അമ്മയുടെ വിചാരം ഇവർ അനുസരിക്കുന്ന. യേശുക്രിസ്തു നോക്കുന്നത്, ഇന്ന് നമ്മളെ നോക്കുമ്പോൾ അവൻ നോക്കുന്നത് നമ്മളിൽ എത്ര പേർ അവരെ അനുസരിക്കുന്നുണ്ട്. ഒരപ്പൻ 2 മക്കളോട് പറഞ്ഞു, മക്കളെ നിങ്ങൾ വയലിൽ പോയി ചെയ്യണമെന്ന്. മൂത്തവൻ പറഞ്ഞു, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഇളയവൻ പറഞ്ഞു, ഞാൻ ചെയ്യാമെന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ പറ്റത്തില്ലെന്ന് പറഞ്ഞ മകൻ പോയി ചെയ്തു. ഇളയവൻ ആ പണിക്ക് പോയി. യേശു അപ്പൻ ആരെയാ സ്നേഹിക്കുന്നേ? പ്രവർത്തിച്ചവനെ. സ്തോത്രം. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നു, ഇവനെ കാണുക. ഇവന്റെ പരിപാടി എന്താണെന്നറിയോ? യേശുവിനൊരു കാര്യം മനസ്സിലായി. ഇവൻ എന്നെ വിളിക്കുന്നതിന്റെ ആഗ്രഹം ഇവന് മാനസാന്തരം ഉണ്ടായിട്ടല്ല, പിന്നെ എന്തുവാ ഇവന്റെ ആവശ്യം നടക്കാൻ. പക്ഷെ ഇവന്റെ കാര്യം മനസ്സിലാക്കണം, ഇവൻ യേശുവിനെ വിളിക്കുന്നുണ്ട്, ദാവീദ് പുത്ര എന്ന് വിളിക്കുന്നുണ്ട്, കർത്താവെന്ന് വിളിക്കുന്നുണ്ട്. ഇവൻ യേശുവിനെ കുറിച്ച് അറിഞ്ഞ് പഠിച്ച ഒരുത്തനാണ്. അവൻ അറിയാം ആരാണെന്ന്. യേശു അവിടെ നിന്നു അവനെ വിളിക്കാൻ പറഞ്ഞു. സക്കായുടെ അടുത്തേക്ക് യേശു കടന്നു ചെന്നു. പക്ഷെ ഇവന്റെ അടുത്തേക്ക് യേശു കടന്നു ചെന്നതല്ല, ഇവനെ വിളിക്കാൻ പറഞ്ഞു. ഇവൻ യേശുവിന്റെ അടുത്തേക്ക് കടന്നു വന്നു. നിനക്ക് എന്ത് വേണം? കർത്താവേ, ഐ വാണ്ട് ടു സീ. എനിക്ക് കാഴ്ച, നിന്റെ വിശ്വാസം പോലെ. സ്തോത്രം. നിന്റെ വിശ്വാസം. അവനോട് പറഞ്ഞത്, യേശു അവനോട് ഇന്ന് നിനക്ക് രക്ഷ വന്നു എന്ന് പറഞ്ഞോ? യേശു നിക്കോദേമസിനോട് നിനക്ക് രക്ഷ വന്നു എന്ന് പറഞ്ഞോ? ഇല്ല. പക്ഷെ സക്കായിയോട് യേശു എന്ത് പറഞ്ഞു? നിനക്ക് ഈ കുടുംബത്തിൽ നിന്ന് രക്ഷ വന്നു എന്ന് പറഞ്ഞു. നിക്കോദേമസിനോട് യേശു പറഞ്ഞു എങ്ങനെ രക്ഷിക്കപ്പെടാമെന്ന് പറഞ്ഞു. അല്ലേ? മനസ്സിലായോ? നിക്കോദേമസിനോട് യേശു പറഞ്ഞു എങ്ങനെ രക്ഷിക്കപ്പെടാം. വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണത്തില്ല. ആത്മാവിനാലും വെള്ളത്താൽ ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കയറത്തില്ല. കാറ്റിഷ്ടമുള്ളിടത്തേക്ക് അടിക്കുന്നു, എവിടെ നിന്ന് വരുന്നു എവിടേക്ക് പോകുന്നു എന്ന് നമ്മൾ അറിയുന്നില്ല. ദൈവാത്മാവ് ഉള്ളവനൊക്കെയും അങ്ങനെ ആകുന്നു. അത് പറഞ്ഞതിന് ശേഷമാണ് യേശു ക്രിസ്തു പറഞ്ഞു വന്നിട്ടാണ് വന്നത്. ഫോർ ഗോഡ് സോ ലവ് ദ വേൾഡ് ഹി ഗേവ് ഹിസ് ഓൺലി സൺ. തന്റെ ഏകജാത പുത്ര വിശ്വസിക്കാതെ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ട ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ആ പഠിപ്പീരിനകത്ത് ഈ നിക്കോദിമോസിനോട് പറഞ്ഞ് മനസ്സിലാക്കുക, നിക്കോദിമോസെ, നീ ഉപദേശകനാണ്, നിനക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ മാർഗം ഞാൻ മാത്രമേ ഉള്ളൂ. ഇത്രയും നീ ആളെ അന്വേഷിച്ചിരുന്ന മശിഹ ഞാനാണ് എന്ന് നിക്കോദിമോസിനോട് യേശു പറഞ്ഞു പഠിപ്പിക്കുക. എന്നാൽ സക്കയൂസിനോട് അതൊന്നും പറഞ്ഞില്ല. സക്കായിയോട് ഒറ്റ കാര്യം പറഞ്ഞോളൂ. എന്താ പറഞ്ഞത്? ഇന്ന് ഈ കുടുംബത്തിന് രക്ഷ വന്നു. കാരണം സക്കായി യേശുവിനെ സ്വീകരിച്ചത് 100% തുറന്ന മനസ്സോടെ. എന്നാൽ നിക്കോദീമോസ് കടന്നു വന്നത് സ്വീകരിക്കാനല്ല, യേശുവിനെ കുറിച്ച് അറിയാനാണ്. മറ്റവൻ യേശുവിനെ വിളിച്ചത് സ്വീകരിക്കാനുമല്ല, അറിയാനുമല്ല, വിടുതലിനായി. 3 പേരെ മനസ്സിലായോ? 3 പേരുടെ വ്യത്യാസം മനസ്സിലായോ? ഒരുവൻ യേശുവിനെ സ്വീകരിക്കാനായിരുന്നു, 2 യേശുവിനെ കുറിച്ച് അറിയാനായിരുന്നു, മൂന്നാമത്തവൻ യേശുവിൽ നിന്ന് ലഭിക്കാനായിരുന്നു. 3 തരത്തിലുള്ള ആളുകൾ. നമ്മൾ ഏത് ഗ്രൂപ്പിൽ പെടുന്നവരാ? നമ്മൾ യേശുവിനെ സ്വീകരിച്ചവർ ആണ്, അല്ലേ?
എന്തുമാത്രം സ്വീകരിച്ചിട്ടുണ്ട്. നമ്മളിൽ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ പോലെ അവനോ വളരണം ഞാനോ, നമ്മൾ അങ്ങനെയാണോ? അതോ ഞാൻ വളർന്നുകൊണ്ടേയിരിക്കണം? പണ്ട് ഞങ്ങളുടെ നാട്ടില്, പണ്ട് വർഷങ്ങൾ ഞങ്ങൾ കുഞ്ഞായിരുന്നപ്പം, ഈ തൃശ്ശൂർ ഭാഗത്ത് മണ്ണൂത്തിലെ കണ്ടൊരു ഒരു കർഷക കോളേജ് കണ്ടുണ്ട്. കൃഷി അല്ലേ, കാർഷിക കോളേജ്. അവിടുന്ന് ഒരാൾ ഞങ്ങളുടെ വീട്ടിൽ വന്നു. പുള്ളിയുടെ കയ്യിൽ ഈ മാങ്ങയുടെ വിത്ത്, തേങ്ങ, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പുള്ളി ഒരു വലിയൊരു കൊട്ടയായിട്ടാണ് വന്നേ, വണ്ടിയല്ല. അപ്പൊ വീട്ടിൽ കൊണ്ട് മാങ്ങ കൊണ്ട് തന്നിട്ട് എൻ്റെ അപ്പനോട് പറഞ്ഞു, സാറേ ഈ മാങ്ങ നട്ടാൽ, ഇത് നാട്ടുമാങ്ങായ, 2-ാം വർഷം കായ്ക്കും. കായ്ച്ചാൽ കായ്ച്ചുകൊണ്ടേയിരിക്കും. ഈ തേങ്ങ 3-ാം വർഷം സാറേ കായ്ക്കും. കായ്ച്ചാൽ കായ്ച്ചുകൊണ്ടേയിരിക്കും. ഏത് ചോദിച്ചാലും പുള്ളി പറഞ്ഞതെന്ന് അറിയാവോ? കായ്ച്ചുകൊണ്ടേ ഇരിക്കുമെന്ന. അങ്ങനെ 2-3 ഞങ്ങള് മേടിച്ചു, നട്ടു. 3-ാം വർഷമായപ്പോഴും അതുപോലെ തന്നെ ഇരിപ്പുണ്ട്. പുള്ളി പറഞ്ഞൊരു വാക്ക് ശ്രദ്ധിക്കണം, ഇത് കായ്ച്ചാൽ, ഇത് കായ്ച്ചാൽ, കായ്ക്കണ്ടേ? മനസ്സിലായോ? കായ്ക്കണ്ടേ? കായ്ച്ചാലല്ലേ കായ്ച്ചുകൊണ്ടിരിക്കത്തുള്ളൂ, അല്ലേ? പക്ഷെ നമ്മളത് കേട്ട് നമ്മൾ ആരും വാങ്ങിച്ചു. കായ്ച്ചുകൊണ്ടേയിരിക്കും. എൻ്റെ പൊന്നു സാറേ, എന്ത് മാത്രം ഉണ്ടാകും എന്നറിയാവോ? ഇങ്ങനെ പറയുന്നത്. യേശുവിനെ നമ്മൾ ഓരോരുത്തരെയും വ്യക്തമായിട്ട് അറിയാം. നമ്മൾ ഇന്ന് ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മുടെ ചോദ്യം, നമ്മൾ ക്രിസ്തുവിൽ ഫലം കായ്ക്കുന്നവരാണ്. സക്കായി കായ്ച്ചത് ഫലമാ കായ്ച്ചത്. സക്കായുടെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടായി. സക്കായി മറ്റുള്ളവർക്ക് കൊടുക്കാൻ തുടങ്ങി. കടമായി മേടിച്ചതും കളിപ്പിച്ച് മേടിച്ചതും സക്കായി 2 മടങ്ങ് 4 മടങ്ങായിട്ട് കൊടുക്കാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ മറ്റുള്ളവർ പറഞ്ഞൊരു കാര്യമുണ്ട്, സക്കായുടെ ജീവിതത്തിൽ മാറ്റം വന്നു. സക്കായിക്ക് മാറ്റം വന്നു. എടാ, സക്കായി പണ്ട് എന്തായിരുന്നു? പിടിച്ചു മേടിക്കുന്നവനായിരുന്നു. എടാ, ഇപ്പൊ പിടിച്ചു മേടിയില്ലടാ. എടാ, കഴിഞ്ഞ ദിവസം എനിക്ക് കൊണ്ട് 4000 പൗണ്ട് കൊണ്ട് തന്നിട്ട് പോയടാ സക്കായി. എടാ, 2000 പണ്ട് എന്നത് മേടിച്ച 4000 തന്നിട്ട് എന്നോട് പറഞ്ഞു നീ വെച്ചുകൂടാന്ന് പറഞ്ഞു. സക്കായി ആള് മാറിയടാ. അവൻ ക്രിസ്തുവിലായെന്ന് പറഞ്ഞത് കറക്റ്റ്. അവൻ ആള് മാറിയടാ. മനസ്സിലായോ? ക്രിസ്തുവിലായി. എടാ, അവൻ ക്രിസ്തുവിലായെന്ന് പറഞ്ഞു. എടാ, എന്റെ കൊങ്ങായിക്ക് പിടിച്ചടാ. ക്രിസ്തുവിലായി. അപ്പൊ അവൻ ക്രിസ്തുവിലായെന്ന് ആരെങ്കിലും പറയുവോ? അവൻ ക്രിസ്തുവിന് നാണക്കേടല്ലേ? നിക്കോദിമോസ് യേശുവിന്റെ അടുത്തേക്ക് വന്നു. യേശുവിനോട് പറഞ്ഞു കൊടുത്ത ഫുൾ കാര്യങ്ങൾ യേശുവിനെ പഠിപ്പിച്ചു. നിക്കോദിമോസ് കൊണ്ട് നീ രക്ഷപ്പെട്ടെന്ന് യേശു പറഞ്ഞാലും നമ്മൾ കാണുന്നില്ല. ബർത്തിമായിക്ക് വേണ്ടത് യേശുവിനെ അല്ലായിരുന്നു, സൗഖ്യമായി. യേശുവിന് സൗഖ്യം കൊടുത്തു. നിനക്ക് എന്താ വേണ്ടത് അവൻ യേശു തരും നമുക്കത്. പക്ഷെ നമുക്ക് ഏറ്റവും പരമപ്രധാനമായി വേണ്ട കാര്യം രക്ഷയാണ്. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല, യേശുവിൻ്റെ നാമം മാത്രമാണ്. രക്ഷിക്കപ്പെടുവാൻ വിളിക്കപ്പെട്ട ഒറ്റ നാമം യേശുവിൻ്റെ നാമമാണ്. അവനല്ലാതെ വേറൊരു ദൈവം ഇല്ല. ഇത് മനസ്സിലാക്കി അവനെ സ്വീകരിച്ച് അവനെ പോലെ ആയി നാം മാറണം. ഫലം കായ്ക്കണം. നമുക്കെല്ലാവർക്കും വേണ്ടത് ഫലമല്ല, നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന കൃപാവരമാണ്, അല്ലേ? അതുകൊണ്ടല്ലേ പുള്ളി ഭയങ്കര പ്രവാചകനെ കേട്ടോ. എന്നാ പക്ഷെ വായെടുത്ത കേട്ടിട്ടില്ലേ? ഫലമില്ല, വരവുണ്ട്. മുഴുവൻ പൈസ കട്ടെടുക്കുക, ഫലമില്ല, വരവുണ്ട്. ഭാര്യ കിട്ടുന്നും തല്ല, ഫലമില്ല, വരമുണ്ട്. വായെടുത്ത നുണയെ പറയത്തുള്ളൂ, ഫലമില്ല, വരമുണ്ട്. കൈവെക്കുന്നു, ആളുകൾ താഴെ വീഴുന്നു, ഭൂതങ്ങൾ പോകുന്നു, രോഗികൾ സൗഖ്യമാകുന്നു, വരമുണ്ട്. ഫലം, മരിച്ചവർ ഉയർക്കുന്നു. പക്ഷേ നമ്മളെക്കുറിച്ച് അവൻ ആഗ്രഹിക്കുന്നത് നമ്മൾക്ക് വരം മാത്രമല്ല, നമുക്ക് ഫലമുണ്ടാകണം. ഡെക്കറേഷൻ അല്ല വേണ്ടത്, നല്ല ഫലം. നമ്മൾ ആത്മാവിൻ്റെ ഫലങ്ങളോ, സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, സെൽഫ് കൺട്രോൾ. ഇതിനകത്ത് ആൾക്കാർക്ക് പലർക്കും മിസ്സാകുന്ന ഏറ്റവും വലിയ കാര്യമാണ് സെൽഫ് കൺട്രോൾ, ഇന്ദ്രിയജയം. അതിന്റെ മലയാളത്തിൽ അർത്ഥം പോലും ആൾക്കാർക്ക് അറിയത്തില്ല. എന്നാന്ന് ചോദിച്ചാൽ ഇന്ദ്രിയജയം. ആർക്കെങ്കിലും അറിയാവോ? ഇന്ദ്രിയജയം എന്തുവാ? ഇന്ദ്രിയജയം സെൽഫ് കൺട്രോൾ.
ഏറ്റവും കുറവുള്ള സെൽഫ് കൺട്രോളാണ് നമുക്ക്, അല്ലേ? പെട്ടെന്ന് ദേഷ്യം വരും, ചൂടാകും, ആവശ്യമില്ലാതെ വിളിച്ചു പറയും, പെട്ടെന്ന് മാറിയത് കള്ളത്തരം പറയും. പറഞ്ഞ പിന്നെ ഓർക്കുന്ന കള്ളത്തരമായിരുന്നല്ലോ, നോർമലായിപ്പോയി പറഞ്ഞു. ഇപ്പം കള്ളത്തരം അതൊരു വിഷയമല്ല. ഹലോ, എനിക്കിത് നടുവേദനയാണ്, ഇന്ന് ജോലിക്ക് വരാൻ പറ്റത്തില്ല. ഇടി നമുക്ക് പെട്ടെന്ന് പോയേക്കാം, പാർട്ടി തുടങ്ങുന്നതിന് മുമ്പ് ചെന്നേക്കാം. സിമ്പിളാ. ഇന്ന് തന്നെ ഒത്തി നടക്കും. ഇന്നലെ ഒന്ന് വീണു, ഒരു കുഴപ്പമില്ല, 2 ദിവസം ഓഫ് എടുക്കണം, അതിന് ഇപ്പോഴും ഒത്തു തുടങ്ങി, അല്ലേ? അപ്പോൾ ഇവന്റെ സക്കായിയുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യം, സക്കായി ഫലം കായ്ച്ചു. ഒരുവൻ ഉപദേശം ചോദിച്ചു, മറ്റൊരുവൻ അത്ഭുതം ചോദിച്ചു. 3 പേർക്കും കർത്താവ് കൊടുത്തു. നമുക്ക് ചിന്തിക്കാം, നമ്മൾ ഏത് കൂട്ടത്തിലാണ്? നമ്മുടെ തലകളെ നമുക്ക് വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ കുറച്ച് മുമ്പോട്ട ടൈം എന്ന് നമ്മൾ അരമണിക്കൂർ താമസിച്ച് തുടങ്ങിയത്, അതുകൊണ്ട് അരമണിക്കൂർ ലേറ്റായിട്ട് നമ്മൾ കഴിഞ്ഞ്. സ്തോത്രം. നിങ്ങൾ ഫലം കായ്ക്കുന്നവരായിരിക്കണം. സക്കായിയെക്കുറിച്ച് പറയുന്നത് അവൻ ഫലം കായ്ച്ചവനാണ്. നമുക്കിന്ന് കർത്താവിനോട് പറയാം, കർത്താവ്, എൻ്റെ ആഗ്രഹം ഫലം കായ്ക്കണമെന്ന്. സ്തോത്രം. നമ്മൾ ഫലം കായ്ക്കുമ്പോൾ ഏറുണ്ടാകും. എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ ലോകത്തിന് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെ ഇഷ്ടമില്ല. എന്നാൽ എല്ലാവർക്കും താല്പര്യമുള്ളത് കൃപാവരങ്ങളെ മാത്രമാണ്. ഫലത്തെ ആർക്കും ഇഷ്ടമല്ല. സത്യം പറയുന്നവനെ ആൾക്കാർക്ക് ഇഷ്ടമല്ല. നീതിയായി പ്രവർത്തിക്കുന്നവരെ ആൾക്കാർക്ക് ഇഷ്ടമില്ല. പാര വെക്കാത്തവനെ ആൾക്കാർക്ക് ഇഷ്ടമില്ല. ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് ഫലം കായ്ക്കുവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്കിന്ന് പകൽക്കാലം നമുക്ക് കർത്താവിന് മുമ്പിൽ നമ്മളെ സമർപ്പിക്കാം. നല്ല പിതാവേ, ഇന്ന് കടന്നു വന്നിരിക്കുന്ന അങ്ങയുടെ മക്കളെ യേശുവേ, അങ്ങയുടെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കടന്നു വരുവാൻ സാധിക്കാത്ത വ്യക്തികളെയും കുടുംബങ്ങളെയും യേശുവേ, അവരായിരിക്കുന്ന സ്ഥലങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആരാധനയ്ക്ക് വരുവാനുള്ള കൃപയും ആഗ്രഹവും അവർക്ക് കൊടുക്കണമേ. ഇന്ന് കടന്നു വന്നാൽ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. കർത്താവ്, ഞങ്ങൾ 3 പേരെ കണ്ടു. സക്കായി ഞങ്ങൾ കണ്ടു. കർത്താവെ, ഞങ്ങൾ ഓരോ വ്യക്തികളെയും ഇന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. കർത്താവ്, ഇക്കൂട്ടത്തിൽ ഞങ്ങൾ എപ്രകാരമുള്ളവരാ? ഞങ്ങൾ അങ്ങയെ അളക്കുവാൻ വരുന്നവരാണോ? സഭയെ അളക്കുവാൻ വരുന്നവരാണോ? പ്രാസംഗികനെ അളക്കുവാൻ പോകുന്നവരാണോ? പ്രവാചകനെ അളക്കുവാൻ പോകുന്നവനാണോ? ശുശ്രൂഷയെ അളക്കുവാൻ പോകുന്നവനാണോ? നിക്കോദീമോസിനെ പോലെ. നിക്കോദീമോസ് ആഗ്രഹത്തോടെയാ വന്നേ, നിക്കോദീമോസ് ആവശ്യത്തോടെയാ വന്നേ. എന്നാൽ അവനെ വിട്ട ഒരു കൂട്ടരുണ്ടായിരുന്നു. അവർക്കറിയേണ്ടത് യേശുവിൽ കൂടിയുള്ള രക്ഷയല്ലായിരുന്നു. അവർക്കറിയേണ്ടത് യേശു എങ്ങനെയാ, എന്തുവാ, എവിടുന്നാണ്. മറ്റൊരുവന് വേണ്ടത് കർത്താവെ സൗഖ്യമായിരുന്നു. എന്നാൽ സക്കായി, കർത്താവെ, അവൻ അങ്ങയെ സ്വീകരിച്ചു. അവൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായി. ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ട പോസിറ്റീവ് മാറ്റങ്ങൾ ഉണ്ടാകുവാൻ, അങ്ങയുടെ ശിഷ്യരായി മാറുവാൻ ഞങ്ങൾ കൃപ നൽകണമേ. വന്നിരിക്കുന്ന ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അത് ക്രിസ്തയേശുവിൻ നാമത്തിൽ, നല്ല പിതാവേ, ആമേൻ. നമുക്കൊരു ചെറിയ പാട്ട് പാടാം. നമുക്ക് പെട്ടെന്ന് സ്തോത്രം.